അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളെ നമ്മുടെ പരീക്ഷ ലിസാനുൽ ഖുർആനാണ്. ലിസാനുൽ ഖുർആൻ വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കേണ്ട ഒരു കിതാബാണ്. നമുക്ക് ലിസാനുൽ ഖുർആനിൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് പഠിക്കേണ്ടുന്ന ഭാഗങ്ങൾ 1ാം പാഠം മുതൽ 6ാമത്തെ മൻ ജദ്ദ വജദ എന്നത് വരെയുള്ള പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ നേരത്തെ ഓരോ പാഠങ്ങളുടെയും വിശദമായ വീഡിയോ വായിച്ചർത്ഥം വെച്ചും അല്ലാത്ത രൂപത്തിലൊക്കെ വിശദീകരിച്ചിട്ടുള്ള വളരെ വിശാലമായ വീഡിയോകൾ നമ്മൾ നേരത്തെ ചെയ്ത് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നിർബന്ധമായും അതെല്ലാം കാണുകയും കേൾക്കുകയും നല്ല രൂപത്തിൽ പഠിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഈ വീഡിയോയിൽ നാം ചെയ്യുന്നത് 1 മുതൽ 6 വരെയുള്ള പാഠങ്ങളുടെ റിവിഷനാണ്. വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം, എല്ലാ ഭാഗവും അർത്ഥം വെച്ച് വിശദീകരിക്കുന്നൊന്നുമില്ല എങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു ഫുൾ റിവിഷനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കുക. കേട്ടതിന് ശേഷം എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. 1ാമത്തെ പാഠം അദ്ദർസുൽ അവ്വൽ അജായിബു ഖൽഖില്ലാഹി തആല എന്നുള്ള ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ജറിന്റെ ഹർഫുകളെ കുറിച്ചാണ്. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? ജറിന്റെ ഹർഫുകളാണ്. ജറിന്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? ക, ലി, ഫി, മിൻ, അൻ, അല. ഇതാണ് പ്രധാനമായും നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഉദാഹരണം നമുക്ക് നോക്കാം. കണ്ടോ, ദഹബ സിനാനുൻ, സിനാനു പോയി. എന്തിന്? ലി സിയാറത്തിൽ ഹദീഖ, ലി സിയാറത്തിൽ ഹദീഖ, ഹദീഖ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. ഹദീഖ എന്ന് പറഞ്ഞാല് പൂന്തോട്ടം, പൂന്തോട്ടം. ഇവിടെ നമ്മൾ പാഠത്തിൽ ലി സിയാറത്തി ഹദീഖത്തിൽ ഹയവാനാത്ത്, ഹദീഖത്തിൽ ഹയവാനാത്ത് എന്ന് പറയുമ്പോൾ സൂ എന്നാവും അർത്ഥം. ഇവിടെ ഹദീഖത്ത് എന്ന് പറയുമ്പോൾ ഏതാണ്? പൂന്തോട്ടം. ഏതായാലും ലി സിയാറത്തി, കണ്ടോ, ലി സിയാറത്തി സന്ദർശിക്കാൻ വേണ്ടി. അപ്പൊ ഇതിലുള്ള ഈ ലി എന്നുള്ളതാണ് എന്ത്? ജറിന്റെ ഹർഫ്. ഈ ജറിന്റെ ഹർഫിന് ശേഷം പറയപ്പെടുന്നതിന് എന്തായിരിക്കും? കസ്റായിരിക്കും. അതും കൂടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. അപ്പൊ ലി സിയാറത്തി, അപ്പൊ ലി എന്നുള്ളത് എന്താണ്? ഇവിടെ ജറിന്റെ ഹർഫാണ്. എന്താണ് അതിന്റെ അർത്ഥം? വേണ്ടി എന്നുള്ള അർത്ഥമാണ്. ഇനി അടുത്തൊന്നാണ് അസ്സഅലബു. അസ്സഅലബു കുറുക്കൻ. ഏതുപോലെയാണ്? കൽ കൽബി, നായെ പോലെയാണ്. അപ്പൊ ഈ കാരണലിന്റെ അർത്ഥം എന്താണ്? പോലെ എന്നുള്ള അർത്ഥം. കണ്ടോ, ശേഷമുള്ളതിന് ഏത് കസ്റ ചെയ്തു. അതുപോലെ കുല്ലുഹാ, എല്ലാം മിൻ അജായിബിൽ, മിൻ അജായിബി ഖൽഖില്ലാ, അല്ലാഹു തആലയുടെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. അപ്പൊ കണ്ടോ, മിൻ എന്നുള്ളത് ഏതാണ്? മിൻ എന്നുള്ളത് ജറിന്റെ ഹർഫാണ്. ശേഷമുള്ള അജായിബി, ബി എന്നുള്ളതിന് കസ്റ കൊടുത്തു. അപ്പൊ ഇവിടെ ബി എന്നുള്ളത് വേണ്ടി എന്നുള്ള അർത്ഥം, ക എന്നുള്ളത് പോലെ എന്നുള്ള അർത്ഥം, മിൻ എന്ന് പറഞ്ഞാല് പിന്നെ നമ്മൾ ഫ്രം എന്നുള്ള അർത്ഥം ഉപയോഗിക്കൂലേ, പിന്നെ അത്ഭുതങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അത്ഭുതങ്ങളിൽ എന്നുള്ള ആ ഒരു അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് മിൻ എന്നുള്ളത്. ഇനി അടുത്തത് ഫഹിംത. ഫഹിംത, നീ മനസ്സിലാക്കി. അനിൽ ഹയവാനാത്ത്, മൃഗങ്ങളെ കുറിച്ച്, മൃഗങ്ങളെ തൊട്ട്, അല്ലെങ്കിൽ മൃഗങ്ങളെ കുറിച്ച്. അപ്പൊ അൻ എന്ന് പറഞ്ഞാൽ കുറിച്ച് എന്നുള്ളൊരർത്ഥം. നമ്മൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിനെ കുറിച്ച് എന്ന് നമ്മൾ പൊതുവെ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, ആ ഒരു അർത്ഥത്തിനാണ് അൻ എന്നുള്ളത്. അപ്പൊ അൻ എന്നുള്ളത് എന്താണ്? ജറിന്റെ ഹർഫാണ്. ശേഷം ഉള്ളതിനിക്ക് എന്ത് കൊടുത്തു? കസ്ർ കൊടുത്തു. ഇനി അൽ അസദു. അസദ്, സിംഹം എവിടെയാണ്? ഫിൽ ഹദീഖ, ഹദീഖത്തിലാണ്, ലസൂലാണ്. അപ്പൊ ഫി എന്ന് പറഞ്ഞാൽ ഏതാണ്? ജറിന്റെ ഹർഫാണ്. ഇനി അടുത്തത് അത്തുയൂറു, പക്ഷികൾ. അലൽ അഷ്ജാർ, മരത്തിന്റെ മുകളിലാണ്. അപ്പൊ അല എന്നുള്ളത് എന്താണ്? അല എന്നുള്ളത് ജറിന്റെ ഹർഫാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ ബ്രാക്കറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ക, ലി, ഫി, മിൻ, അൻ, അല. ഇത്രയും ഹർഫുകൾക്ക് പറയുന്ന പേരാണ് എന്ത്? ജറിന്റെ ഹർഫുകൾ. ഇനി നമുക്ക് ഇവിടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത് എന്താ? ചിലപ്പോൾ ഇങ്ങനെ ഉദാഹരണം തന്നിട്ട് അതിൽ നിന്ന് ജറിന്റെ ഹർഫ് വേർതിരിച്ച് എഴുതാണ്ടാവും. ഉദാഹരണം അൽഹംദുലില്ലാ എന്നുള്ളൊരു സെന്റൻസ് തന്നു, എന്നിട്ട് അതിൽ നിന്ന് ജറിന്റെ ഹർഫ് വേർതിരിച്ചെടുക്കാൻ പറഞ്ഞതാണ് ലി എന്നാണ്. അൽ ബുർത്തുഖാലു ഡാഷ് അസല്ലത്തി ഫിസ്സല്ലത്തി. അല്ലെങ്കിൽ ഇതുപോലെ ജറിന്റെ ഹർഫുകൾ ബ്രാക്കറ്റിൽ തന്നിട്ട് ഇങ്ങനെ നമ്മൾ ഫിൽ ഇൻ ദി ബ്ലാങ്ക് ആയിട്ട് തരും, എന്നിട്ട് നമ്മൾ യോജിച്ചത് എടുത്ത് എഴുതാനും വേണ്ടി വരും. അപ്പൊ നമുക്ക് വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. അപ്പൊ അൽ ബുർത്തുഖാലു ഓറഞ്ച്, ഡാഷ് അസല്ലത്തി കൊട്ട, അല്ലെ, സല്ലത്ത് എന്ന് പറഞ്ഞാൽ കൊട്ട. അപ്പൊ എന്താണ്? ഓറഞ്ച് എവിടെയാണ്? കൊട്ടയിൽ. അപ്പൊ ഇൽ എന്നുള്ള അർത്ഥത്തിന് ഏതാണ്? ഫി എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ അർത്ഥങ്ങൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. ക എന്ന് പറഞ്ഞാൽ പോലെ, ലി എന്ന് പറഞ്ഞാൽ വേണ്ടി, ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നുള്ള അർത്ഥം, മിൻ എന്ന് പറഞ്ഞാൽ ഈ ഫ്രം എന്നുള്ളതിന്റെ അർത്ഥമാണ്. മിന്നിന്റെ വേറൊരു ഉദാഹരണം കൂടെ നമുക്ക് ഇവിടെ കേൾക്കാം. ഖറഇന, ഖറഇന
ഇതവിടെ സമയത്തു ഞാൻ കേട്ടു അല്ലാതാന ബാങ്ക് മിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന്. കണ്ടോ, അപ്പൊ പള്ളിയിൽ നിന്ന് അതിനാണ് മിൻ എന്നുള്ള അർത്ഥം ഉപയോഗിക്കുന്നത്. പിന്നെ അൻ എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തെ കുറിച്ച് തൊട്ട് എന്നൊക്കെ നമ്മൾ പറയൂലേ, അതിനാണ് അൻ എന്നുള്ളത് പറയുന്നത്. അത് നമ്മൾ നേരത്തെ ഫഹിംത നീ മനസ്സിലാക്കി. അനിൽ ഹയവാനാത്ത് മൃഗങ്ങളെ കുറിച്ച് എന്ന് പറഞ്ഞില്ലേ അത്. ഇനി അല എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നുള്ള അർത്ഥം. അപ്പോൾ ഈ ഹർഫുകൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ അർത്ഥസഹിതം പഠിക്കണം. അപ്പോൾ നമുക്ക് ഏത് രൂപത്തിൽ ഇതുപോലെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അത് ഫില്ലാക്കാൻ കഴിയും. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളതൊന്ന്, ഇവിടെ മുഫ്രദ് ജമ തന്നിട്ടുണ്ട്, സിംഗുലർ പ്ലൂരൽ. അപ്പൊ ഹയവാൻ മൃഗം, ഹയവാനാത്ത് മൃഗങ്ങൾ, അല്ലെ, ഖഫസ് കൂട്, അഖ്ഫാസ് കൂടുകൾ, ത്വയ്ർ പക്ഷി, തുയൂർ പക്ഷികൾ, ഷജർ മരം, അഷ്ജാർ മരങ്ങൾ, ഇബ്ന് അബ്നാ ഹദീഖത്ത് ഹദായിഖ്. പിന്നെ ഇതുപോലെ മുഫ്രദായ വേർഡുകൾ തന്നിട്ട് അതിന്റെ ജമ്മ് എഴുതാനുണ്ടാവും. അപ്പൊ വിദ്യാർത്ഥികൾ അതും നല്ല രൂപത്തിൽ ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ ഈ ജറിന്റെ ഹർഫുകളും അതുപോലെ ഈ മുഫ്രദ് ജമ്മും ഒക്കെയാണ് വിദ്യാർത്ഥികൾ ഈ പാഠത്തിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഇവിടെ ഖുർആനിന്റെ ആയത്തുകൾ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ജറിന്റെ ഹർഫുകൾ വേർതിരിക്കാനാണ്. കണ്ടോ, അതിലേതാണ് അന്നാണ്. വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, അല എന്നുള്ളതാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, അപ്പൊ ഫീ ആണ്. ഫസല്ലി ലിറബ്ബിക്, അപ്പൊ ലി ആണ്. അപ്പൊ അങ്ങനെ ഓരോ ജറിന്റെ ഹർഫുകളും വേർതിരിക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് അദ്ദർസു സാനി, രണ്ടാമത്തെ പാഠത്തിൽ ഹാമിദുൻ യുഹിബ്ബു സിറാ. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? മുളാരി ആയ ഫെയിലിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. എന്താണ് മുളാരി ആയ ഫെയിൽ എന്ന് പറഞ്ഞാൽ? ഈ പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടക്കാനിരിക്കുന്നത്, രണ്ടർത്ഥത്തിനും എന്ത് പറയും? മുളാരിയായ ഫെയിൽ ഉപയോഗിക്കും. മുളാരിയായ ഫെയില് തുടക്കത്തിൽ എന്തുണ്ടാകും? യാ ഓ അല്ലെങ്കിൽ താ ഓ ഉണ്ടായിരിക്കും. വിദ്യാർത്ഥികൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. മുളാരിയായ ഫീലിന്റെ തുടക്കത്തിൽ യാ ഓ താ ഓ ഉണ്ടായിരിക്കും. അപ്പൊ യാവ് കൊണ്ടോ താവ് കൊണ്ടോ തുടങ്ങുന്ന ഫീലുകൾ എന്തായിരിക്കും? അത് മുളാരി ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇപ്പൊ ഇവിടെ ഒരാണ് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെ പറയും? രണ്ടാണുങ്ങൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പറയും? കുറെ ആണുങ്ങൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പറയും? ഒരു സ്ത്രീ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പറയും? രണ്ട് സ്ത്രീകൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പറയും? കുറെ സ്ത്രീകൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പറയും? അതാണ് ഇപ്പൊ ഇതിലൊന്ന് ശ്രദ്ധിക്കാനുള്ളത്. ഉദാഹരണം യദ്ഹബു എന്നുള്ളൊരു ഫീല്. ഇതിന്റെ അർത്ഥം എന്താ? യദ്ഹബു എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ പോകുന്നു. അപ്പൊ യദ്ഹബാനിയോ? രണ്ട് പുരുഷന്മാർ പോകുന്നു. യദ്ഹബൂന് കുറെ പുരുഷന്മാർ പോകുന്നു. തദ്ഹബു എന്ന് പറയുമ്പോഴോ? അപ്പൊ ഈ യാ വരുന്നതൊക്കെ പുരുഷന്മാരാണെന്ന് മനസ്സിലാക്കുക. യാ തുടക്കത്തിൽ വരുന്നത് ഒരു പുരുഷനെ സൂചിപ്പിച്ചായിരിക്കും. യദ്ഹബു അവൻ ഒരു പുരുഷൻ, യദ്ഹബാനി രണ്ട് പുരുഷൻ, യദ്ഹബൂന് കുറെ പുരുഷന്മാർ. ഇനി കണ്ടോ, തദ്ഹബു എന്നുള്ളത് ഏതാണ്? ഒരു സ്ത്രീ. തദ്ഹബു എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം വരിക? അപ്പോ ഒരു സ്ത്രീ പോകുന്നു, അവളൊരു സ്ത്രീ പോകുന്നു. തദ്ഹബാനി അവർ രണ്ട് സ്ത്രീകൾ പോകുന്നു. യദ്ഹബിന് അവർ കുറെ സ്ത്രീകൾ പോകുന്നു. ഇതാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇനി ഇതുപോലെ ഏത് ഫീല് കിട്ടിയാലും വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ പറയാൻ കഴിയണം. ഇപ്പോൾ ഇവിടെ ഉദാഹരണം യദ്ഹബു ഉണ്ട്. ഇനി അടുത്തൊരു ഉദാഹരണം കണ്ടോ, യദുറുസു. അപ്പൊ യദുറുസു, യദുറുസാനി, യദുറുസൂന, തദുറുസു, തദുറുസാനി, യദുറുസുന. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം ഇതുപോലെ നമ്മൾ മാറ്റി പറയണം. യദുറുസു അവനൊരു പുരുഷൻ പഠിക്കുന്നു, രണ്ടാളുകൾ പഠിക്കുന്നു, കുറെ ആളുകൾ പഠിക്കുന്നു, അവളൊരു സ്ത്രീ പഠിക്കുന്നു, രണ്ട് സ്ത്രീകൾ, കുറെ സ്ത്രീകൾ. ആ രൂപത്തിൽ എന്ത് ചെയ്യണം? നമുക്ക് അർത്ഥത്തെ മനസ്സിലാക്കാൻ പറ്റണം. അപ്പൊ യാവ് കൊണ്ട് തുടങ്ങുന്നതൊക്കെ പുരുഷന്മാരെ സൂചിപ്പിക്കുന്നു, താവ് കൊണ്ട് തുടങ്ങുന്നതൊക്കെ സ്ത്രീകളെ സൂചിപ്പിക്കുന്നത്. നമ്മളിപ്പോ പറഞ്ഞത് മുമ്പിലില്ലാത്ത പുരുഷന്മാരും സ്ത്രീകളെ കുറിച്ചുമാണ് കേട്ടോ. ഇനി ഇവിടെ എന്താണ്? വേറെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഏത് ഉദാഹരണം കിട്ടിയാലും വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ സർഫാക്കാൻ കഴിയണം. യർജിഉ, യർജിആനി, യർജിഊന. തർജിഉ സ്ത്രീ ആണെങ്കിൽ തർജിഉ, തർജിആനി, യർജിഉന. ഇനി അടുത്തത് ഇവിടെ യുഹിബ്ബുന എന്നുണ്ട്. അപ്പൊ എന്താ? യുഹിബ്ബു, യുഹിബ്ബാനി, യുഹിബ്ബു, യുഹിബ്ബാനി, യുഹിബ്ബൂന. തുഹിബ്ബു, തുഹിബ്ബാനി, യുഹിബ്ബുന. ഇവിടെ തലബുണ്ട്. അപ്പൊ യലബു, യലബാനി, യലബൂന. തലബു, തലബാനി, യലബന. ആ രൂപത്തിൽ എന്ത് ചെയ്യണം? ഏത് ഫീല് കിട്ടിയാലും വിദ്യാർത്ഥികൾക്ക് സർഫാക്കാൻ കഴിയണം, പറയാൻ കഴിയണം. ഇനി അടുത്തത് ഇവിടെ നുകമ്മിലുൽ ഫറാഉ ബിൽ മുനാസിബ മിനൽ ഖൗസൈൻ. ഇവിടെ പിന്നെ നമ്മൾ ഫില്ലാക്കാനാണ്. ബ്രാക്കറ്റിൽ ആൻസർ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? യോജിച്ചത് എടുത്ത് എഴുതണം. അൽ ഉസ്താദു ഡാഷിൽ മദ്രസ. അപ്പൊ ഉസ്താദ് മദ്രസയിലേക്ക് പോകുന്നു എന്നാണ്. അപ്പൊ പോകുന്നു എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? യദ്ഹബു, യസ്റഉ, തദ്ഹബു. ഏതാണ് ഇവിടെ പോകുന്നു എന്നുള്ളതിന്? യദ്ഹബു എന്ന് പറഞ്ഞാലും തദ്ഹബു എന്ന് പറഞ്ഞാലും പോകുന്നു എന്നാണ്, അല്ലെ? യദ്ഹബു എന്ന് പറഞ്ഞാലും തദ്ഹബു എന്ന് പറഞ്ഞാലും പോകുന്നു എന്നാണ്. പിന്നെ എന്താണ് അതിലുള്ള വ്യത്യാസം? നമ്മൾ നേരത്തെ പറഞ്ഞു, ആണിനെ സൂചിപ്പിക്കാൻ ഏതാണ്? യാ ആണ്, പെണ്ണിനെ സൂചിപ്പിക്കാൻ താ ആണെന്ന് പറഞ്ഞു, അല്ലെ? അപ്പോൾ ഉസ്താദ് ആണല്ലേ. അപ്പൊ അൽ ഉസ്താദു യദ്ഹബു എന്നാ വരിക. ഇനി അൽ ബിൻതാനി രണ്ട് പെൺകുട്ടികളാണ്. അപ്പൊ ഏതാ വേണ്ടത്? രണ്ട് പെൺകുട്ടികളുണ്ട്. അപ്പൊ രണ്ടാളുകളെ സൂചിപ്പിക്കുന്നത് ഏതാണ്? തജ്ലിസു, തജ്ലിസാനി അല്ലേ? കണ്ടോ, തജ്ലിസു ആണെങ്കിൽ ഒരു പെണ്ണാണ്, തജ്ലിസാനി രണ്ട് പെണ്ണുങ്ങൾ. അപ്പൊ അൽ ബിൻതാനി, തജ്ലിസാനി. അത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികളാണ്. അത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ, അല്ലെ? അപ്പൊ ഏതാണ്? യദുറുസാനി. അത്വാലിബാനി, യദുറുസാനി
യദുറുസാനി എന്ന പേര് ഇവിടെ. താലിബാനി യദുറുസാനി ദുറൂസഹുമ. ഇനി അൽ വാലിദത്തു തത്ബഹുൽ ഇദാമ. അടുത്തത് അർരിജാലു പുരുഷന്മാർ ഡാഷ് ബിൽ ഖുറത്തി. അപ്പൊ എന്താണ്, അവർ പന്ത് കൊണ്ട് കളിക്കുന്നു. അപ്പൊ റിജാലു യൽഅബൂന കുറെ ആളുകളുണ്ടല്ലോ, യൽഅബൂന. ഇനി അൽ ബനാത്തു പെൺകുട്ടികൾ ഡാഷ് അൽ ജരീദ യഖ്റഅന. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായും ഈ ഒരു രൂപത്തിൽ നമ്മൾ പറഞ്ഞു പഠിക്കുമ്പോഴേ നമുക്കതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇവിടെ വരുത്താൻ സാധിക്കുകയുള്ളൂ. ലിസാനിന്റെ ഒരു പ്രത്യേകത നിർബന്ധമായും അർത്ഥങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി ഇവിടെ കണ്ടോ, മുദക്കർ മുഅന്നസ്. ഉദാഹരണം യഫ്അലു എന്ന് പറഞ്ഞാൽ അവന് പുരുഷൻ പ്രവർത്തിക്കുന്നു, രണ്ടാളുകൾ പ്രവർത്തിക്കുന്നു, കുറെ ആളുകൾ പ്രവർത്തിക്കുന്നു. അതിനാണ് ഈ മുദക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം. ഇനി അടുത്തത് മുഅന്നസ് പെണ്ണുങ്ങളാണെങ്കിലോ തഫലു തഫലാനി യഫ്അൽന, ഒരു പെണ്ണ്, രണ്ട് പെണ്ണുങ്ങൾ, കുറെ പെണ്ണുങ്ങൾ. അപ്പൊ ഇവിടുത്തെ ഈ സബ്ജക്റ്റ് അനുസരിച്ച്, ഇവിടുത്തെ ഈ ഫായിൽ അനുസരിച്ച്, ഫായിൽ ഒരാളാണെങ്കിൽ അതിനനുസരിച്ചുള്ളത് കൊടുക്കണം, രണ്ടാളാണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കണം. അതന്നെ ആണാണെങ്കിൽ ശ്രദ്ധിക്കണം, പെണ്ണാണെങ്കിൽ ശ്രദ്ധിക്കണം. ആ രൂപത്തിലാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മുഫ്രദ് ജമുണ്ട്. മൻസില് മനാസിൽ അമ്രു ഉമൂർ നബാത്ത് നബാതാത്ത് ഖലറാ ഖലറവാത്ത്. ആ രൂപത്തിലുള്ള മുഫ്രദ് ജമ്മും ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ നമുക്ക് നുഅരിബ് അറബിയാക്കാനൊക്കെ ഉണ്ടോ. വിദ്യാർത്ഥി പോകുന്നു, രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു അല്ലെ. ഉദാഹരണം അൽ ബിൻതാനി. അപ്പൊ രണ്ട് പെൺകുട്ടികൾക്ക് എന്താ പറയാ, അൽ ബിൻതാനി. പിന്നെ അവർ കളിക്കുന്നു ആവണമെങ്കിൽ ഏത് വേണം, നമുക്കിങ്ങനെ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ സർഫാക്കി നോക്കിയാൽ മതി. അബു അലബാനി അലബൂന, അത് മൂന്ന് ആണുങ്ങളെ കുറിച്ച്. തൽ അബാനി കണ്ട, രണ്ട് പെൺകുട്ടികളായി. അപ്പൊ അൽ ബിൻതാനി തൽ അബാനി, അങ്ങനെ അങ്ങനെ ആ രൂപത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ആ ഒരു ബേസ് ആയിട്ടുള്ള വിഷയം നമുക്ക് മനസ്സിലായാൽ ഇതുപോലെ മലയാളം തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറബിയാക്കാനൊക്കെ പറ്റും. ഇനി ഇവിടെ ഖുർആൻ ആയത്തിൽ നിന്ന് ഈ മുളാരിയായ ഫീൽ എടുത്ത് എഴുതാനാണ്. അല്ലദീന യുഅ്മിനൂന കണ്ട, യുഅ്മിനൂന യുഖീമൂന, അതുപോലെ യദ്ഖുലൂന യുവസ്വിസു തുഹദ്ദിസു. അപ്പൊ യാവ് കൊണ്ടും താവ് കൊണ്ടൊക്കെ തുടങ്ങുന്ന ഫീലുകൾ ഏതായിരിക്കും, മുളാരിയായ ഫീലാണ് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. യാ പുരുഷന്മാരെ സൂചിപ്പിക്കുന്നു, താ സ്ത്രീകളെ സൂചിപ്പിക്കുന്നു. ഇനി അടുത്തത് എന്താണ്, ദർസു സാലിസ് മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് എന്നുള്ള ഈ പാഠത്തിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? 1 മുതൽ 15 വരെ നമുക്കിവിടെ പഠിക്കാനുണ്ട്. 1 മുതൽ 15 വരെ അറബിയിൽ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, അതുപോലെ അറബിയിൽ എങ്ങനെയാണ് പറയേണ്ടത്. കണ്ടോ, വാഹിദ് ഇസ്നാനി സലാസ അർബ ഖംസ സിത്ത സബ്അ സമാനിയ തിസ്അ അശറ അഹദാശറ ഇസ്നാശറ സലാസശറ അർബഅതശറ ഖംസതശറ അല്ലേ. ഇതുപോലെ അറബിയിൽ അല്ല അദദുൽ അസ്ലി നമ്മൾ എന്ത് ചെയ്യണം, 1 മുതൽ 15 വരെ ഉള്ളതിന് എങ്ങനെയാണ് നമ്മൾ പറയുക, അതെങ്ങനെയാണ് എഴുതുക എന്നും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ള മറ്റൊന്ന് എന്താണ്, അല്ലാതത് തർത്തീബി അല്ലെ. ഉദാഹരണം ഇതെന്താണ്, വാഹിദ് 1 എന്നാണ്. ഇനി അൽ അവ്വലു ഒന്നാമത്തെ. അപ്പൊ ആ അർത്ഥം കിട്ടാൻ വേണ്ടി അതിനാണ് അൽ അതത് തർത്തീബി എന്ന് പറയുക. അൽ അവ്വലു ഒന്നാമത്തെ. അപ്പൊ 1 ഒന്നാമത്തെ, 2 രണ്ടാമത്തെ, 3 മൂന്നാമത്തെ, 4 നാലാമത്തെ, അങ്ങനെ ഈ പിന്നത്തെ എന്നുള്ള അർത്ഥം. വൽ ഖാമിസ് അശറ 15ാമത്തെ, അങ്ങനെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടുള്ള രൂപവും. ഈ 3 രൂപമാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പൊ 1 അൽ അദദുൽ അസ്ലി, അതുപോലെ അതെങ്ങനെയാണ് അക്കത്തിൽ എഴുതുക എന്നുള്ളതും, പിന്നെ അതിന് ഈ 1ാമത്തെ 2ാമത്തെ എന്ന് എങ്ങനെയാണ് പറയേണ്ടത്, അതുമാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ഉദാഹരണം നുലാഹിദുൽ അയ്യാമ വശുഹൂർ കണ്ടോ, ദിവസങ്ങൾ തന്നിട്ടുണ്ട്, മാസങ്ങൾ തന്നിട്ടുണ്ട്, പിന്നെ അതിന്റെ പ്രത്യേകതകൾ. ഈ ബോക്സ് വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഏതെങ്കിലും ഒക്കെ 2 തന്നിട്ട് അതിന്റെ പ്രത്യേകത അഹമ്മിയത്ത് എഴുതാനൊക്കെ ഉണ്ടാവും. ഉദാഹരണം അൽ ആഷിറു 10ാമത്തെ കണ്ടോ. അപ്പൊ അയ്യാമ ദിവസം, അൽ ആഷിറു എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം, 10ാമത്തെ എന്നാണ് അർത്ഥം വരിക. 10ാമത്തെ ദിവസം ഏത്, മുഹറമിലെ 10ാമത്തെ ദിവസം അതേതാണ്, സൗമു ആഷുറ, ആഷുറന്റെ നോമ്പുള്ള ദിവസമാണ് അല്ലെ. അസാനി അഷറ 12ാമത്തെ ദിവസം, റബിയുൽ അവ്വലിലെ 12ാമത്തെ ദിവസം ഏതാണ്, മീലാദുൻ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അൽ ഹാദി അഷറ റബിയുൽ ആഖിറിലെ 11ാമത്തെ ദിവസം ഏതാണ്, വഫാത്തു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഗൗസുൽ ആലമിന്റെ വഫാത്തുള്ള ദിവസമാണ്. ഇനി അസാബിഉ വൽ ഇശ്റൂൻ 27ാമത്തെ ദിവസം ഏത്, റജബിലുള്ള 27ാമത്തെ ദിവസം ഏതാണ്, മിഅ്റാജുൻ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബിയുടെ മിഅ്റാജ് നടന്ന ദിവസമാണ്. അസാബിഉ അഷറ 17ാമത്തെ ദിവസം ഏതാണ്, റമദാനിലെ 17ാമത്തെ ദിവസം ഏതാണ്, യൗമു ബദറാണ്.
ഇനി അൽ അവ്വലു ഷവ്വാൽ, ഷവ്വാലിലെ ആദ്യത്തെ ദിവസം ഏതാണ്? ഈദുൽ ഫിത്തർ ആണ്. അത്താസിഉ 9ാമത്തെ ദിവസം ദുൽഹിജ്ജയിലെ ഏതാണ്? അറഫ ദിവസമാണ്. അൽ ആഷിറു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ 10ാമത്തെ ദിവസം ഏതാണ്? ഈദുൽ അദ്ഹ, ബലി പെരുന്നാളാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ ഒരു ബോക്സ് പഠിക്കണം. കണ്ടോ ഇവിടെ പിന്നെ ആ ദിവസത്തെ എന്ന് സൂചിപ്പിക്കുന്ന ആ ഒരു പ്രയോഗം വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിക്കണം. അപ്പൊ വാഹിദ് 1 അത് അക്കത്തിൽ എഴുതുന്നത് എങ്ങനെ, ഇനി 1ാമത്തെ അതെങ്ങനെയാണ് പറയുക, ആ രൂപത്തിലുള്ള അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നസ്ലു ബിൽ മുനാസിബി കണ്ടോ, സഫർ, സഫർ എത്രാമത്തെ മാസ? മുഹറം, സഫർ കണ്ടോ, അഷഹറു സാനി 2ാമത്തെ മാസം. റമദാൻ എത്രാമത്തെ മാസ? അഷഹറു താസി 9ാമത്തെ മാസം അല്ലെ. ഇനി അടുത്തത് ഏതാണ്? ഈ 12 എന്ന് കൊടുത്തിട്ടുണ്ട്. 12ാമത്തെ അവസാനത്തെ മാസം ഏതാണ്? അസാനി അഷർ, അസാനി അഷർ 12, അസാനി അഷർ, അസാനി അഷർ അല്ലെ. ഇനി അടുത്തത് അവ്വലു ഷുഹൂർ, അവ്വലു ഷുഹൂർ ഏതാ? ആദ്യത്തെ മാസം ഏതാണ്? മുഹറമാണ്. പിന്നെ അൽ ആഷിറു മിൻ ദിൽഹിജ്ജ, ദിൽഹിജ്ജയിലെ 10ാമത്തെ ദിവസം അതേതാണ്? യൗമു ഈദുൽ അദ്ഹ, ബലി പെരുന്നാളിന്റെ ദിവസം. ഇനി യൗമുൽ ജുമുഅ ഏതാണ്? അത് യൗമു സാദിസ്. ആ രൂപത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ഈ എണ്ണങ്ങൾ പഠിക്കാനാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഇനി ഇവിടെ കണ്ടോ, ഒന്നിന് നമ്മൾ എന്താ പറഞ്ഞ്? വാഹിദ് 1ാമത്തെ അവ്വല്. 3 എന്താ പറയാ? അസ്സലാസത്തു. അപ്പൊ ഇനി 3ാമത്തെ എന്നുള്ളതിന് എന്താ? അസ്സാലിസു, അലിഫ് ലാം കൂട്ടി പറയാ. ഇനി 5 എന്താ പറയാ? കണ്ടോ, 5 നമ്മൾ ഹംസത്തുൻ, അതുപോലെ അൽ ഖാമിസു 5ാമത്തെ. ഇതേതാണ്? സബഅത്ത് എന്ന് പറയുമ്പോൾ 7. അപ്പൊ 7 ഇവിടെ എഴുതി കൊടുക്കണം അക്കത്തില്. ഇനി 7ാമത്തെ അസ്സാബിഉ. ആ രൂപത്തിൽ എന്ത് ചെയ്യണം? വിദ്യാർത്ഥികൾ ആ പാഠം പഠിച്ചിരിക്കണം. ഇനി അടുത്തത് ഹും നല്ലഫുൽ ബൈത എന്നുള്ള 4ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മാദിയായ ഫീലിനെ കുറിച്ചാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ മുലാരിയായ ഫീലിനെ കുറിച്ച് പഠിച്ചു അല്ലെ. യാവ് കൊണ്ടും താവ് കൊണ്ടും ഒക്കെ തുടങ്ങുന്ന ഫീലിനേക്കാണ് മുലാരിയായ ഫീല് എന്ന് പറയുക. നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും എന്നർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി മാദി എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്ത് കഴിഞ്ഞതിനേക്കാണ് എന്ത് പറയാ? മാദിയായ ഫെയില് എന്ന് പറയാ. മാദിയായ ഫെയിൽ എന്ന് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞതിന്. ഉദാഹരണം ഇവിടെ കണ്ടോ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം എടുക്കാം. ദഹബ, ദഹബ എന്ന് പറഞ്ഞാൽ എന്താ? അവനൊരു പുരുഷൻ പോയി. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് പറയുന്നതൊക്കെ എന്താണ്? നമ്മളെ മുമ്പിലില്ലാത്ത ഒരാളെ സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോ ദഹബ, നേരത്തെ നമ്മൾ യദ്ഹബ് പറഞ്ഞില്ല, അവനൊരു പുരുഷൻ പോകുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇവിടെ ദഹബന്റെ അർത്ഥം എന്താ വരിക? പോയി എന്നാണ്. അപ്പൊ ദഹബ, അവനൊരു പുരുഷൻ പോയി. ദഹബ 2 പുരുഷന്മാർ പോയി. ദഹബു, അവർ കുറെ പുരുഷന്മാർ പോയി. ഇനി അടുത്തത് ദഹബത്ത്, അവളൊരു സ്ത്രീ പോയി. ദഹബത്ത, 2 സ്ത്രീകൾ പോയി. ദഹബിന് കുറെ സ്ത്രീകൾ പോയി. അപ്പൊ ഇതാണ് ഒരു മാദിയായ ഫീലിന്റെ ഉദാഹരണം. അതുപോലെ നമുക്ക് ഏത് ഉദാഹരണം വന്നാലും നമുക്ക് പറയാൻ കഴിയണം. ഇവിടെ കുറെ ഉദാഹരണം തന്നിട്ടുണ്ട്. അസമ, ജലസ, കനസ, തവല്ല, അതൊക്കെ വിദ്യാർത്ഥികൾ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു പഠിക്കണം. ജലസ, ജലസ, ജലസു, ജലസത്ത്, ജലസത്ത, ജലസ്ന. ആ രൂപത്തിൽ ഏത് ഫീലും എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ പറഞ്ഞു പഠിക്കണം. അപ്പൊ ഇതിന്റെ അർത്ഥം ശ്രദ്ധിക്കണം. ഒരാണ്, 2 ആണുങ്ങൾ, കുറെ ആണുങ്ങൾ. ഒരു പെണ്ണ്, 2 പെണ്ണുങ്ങൾ, കുറെ പെണ്ണുങ്ങൾ. അതാണ് ഇവിടെ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. എന്നാലേ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണം സാലിമുൻ ഡാഷ് അൽ ഖുർആന. സാലിമു ഖുർആൻ ഓതി എന്നാണ് വേണ്ടത് അല്ലേ. അപ്പൊ ഇതിൽ ഏതാണ് ഈ വേർഡുകളുടെ കറുത്തറിഞ്ഞിരിക്കണേ? ഇവിടെ കണ്ടോ, കതബ, ജലസ്ന, അകലു, ഖറഅ, ഖറഅ എന്നല്ലേ വായിച്ചു, ഓതി എന്നൊക്കെ പറയുന്നത്. അപ്പൊ സാലിമുൻ ഖറഅ അൽ ഖുർആന. ഇനി അത്താലിബാനി കണ്ടോ, 2 വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ 2 ആളുകളെ സൂചിപ്പിക്കുന്ന ഏതെങ്കിലും ഒന്ന് വേണം അവിടെ അല്ലെ. അപ്പൊ കണ്ടോ, കതബ, കതബ, കണ്ടോ കതബ 2 ആളുകളെ സൂചിപ്പിക്കുന്നതാണ്. കതബ എന്ന് പറഞ്ഞാൽ ഒരാൾ എഴുതി, കതബ 2 ആളുകൾ. അപ്പൊ താലിബാനി എന്ന് പറയുമ്പോൾ 2 ആളില്ലേ. അപ്പൊ താലിബാനി കതബ അദ്ദർസ. ഇനി അല്ലത്തുഫാലു, അല്ലത്തുഫാലു കുറെ കുട്ടികളുണ്ട് അല്ലെ. അപ്പൊ അല്ലസ്മാറ പഴം, അപ്പൊ കുട്ടികൾ പഴം കഴിച്ചു എന്നല്ലേ. അപ്പൊ ഏതാണ് വരിക? അക്കല, അക്കല, അക്കലു. കണ്ടോ, അക്കലു കുറെ കുട്ടികളില്ലേ. ഇനി അൽ ബിന്തു പെൺകുട്ടിയാണ്. ഇനി ശ്രദ്ധിക്കണേ, അൽ ബിന്തു പെൺകുട്ടി ഡാഷ് ബാബൽ ബൈത്തി, വീടിന്റെ ഡോറ് തുറന്നു എന്നാണ്. അപ്പൊ കണ്ടോ ഫതഹത്ത്, കണ്ടോ എങ്ങനെ വന്ന് ഫതഹത്ത്, ഫതഹ നമ്മൾ സർഫാക്കി നോക്കുക. ഫതഹ, ഫതഹ, ഫതഹു ആണുങ്ങളെ കഴിഞ്ഞു. അടുത്ത് കണ്ടോ ദഹബത്തിന്റെ സ്ഥാനത്താണ് ഫതഹത്ത്. അപ്പോ അൽ ബിന്തു ഫതഹത്ത്. ഇനി അൽ ഉഖ്താനി 2 സഹോദരിമാർ. അപ്പൊ 2 പെൺകുട്ടികളുണ്ട് അവിടെ അല്ലെ. അവര് ജദ്ദത്തുഹുമ അവരുടെ വലിയമ്മയെ സഹായിച്ചു. കണ്ടോ നസറത, കണ്ടോ ദഹബത്ത് കഴിഞ്ഞിട്ട് 2 ആളുകളെ സൂചിപ്പിക്കാൻ ഏതാണ്? നസറത, നസറത്ത്, നസറത്ത എന്ന് പറയും പോലെ. അത്വാലിബാത്ത് വിദ്യാർത്ഥിനികൾ. കണ്ടോ കുറെ വിദ്യാർത്ഥിനികളുണ്ട്. അപ്പൊ ലാസ്റ്റത്തെ ഫോമ വരിക. ഏത് ലാസ്റ്റത്തെ ഫോം ഏതാ അതിലുള്ളത്? ജലസ്ന. കണ്ടോ ജലസ സർഫാക്കുമ്പോൾ ലാസ്റ്റത്തെ ഫോം ജലസ്ന എന്നല്ലേ വരിക. അപ്പൊ അത്വാലിബാത്ത് ജലസ്ന അലൽ മഖ്അദ്. അപ്പൊ ഇതുപോലെ നമ്മൾ മാദിയായ ഫീല് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ 6 ഫോമാണ് നമ്മളിവിടെ പറഞ്ഞത്. 1, 2, 3, 4, 5, 6. ആദ്യത്തെ 3 ആണുങ്ങളെ സൂചിപ്പിക്കുന്നു, രണ്ടാമത്തെ 3 പെണ്ണുങ്ങളെ സൂചിപ്പിക്കുന്നു. ഇനി അതിൽ നിന്ന് ഏത് ഫീല് കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യാം? സർഫാക്കണം. ഉദാഹരണം കണ്ടോ, ഇതാ നമുക്ക് പറ്റും. ദറസ, അത് നമ്മളിത് പറഞ്ഞു പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ദറസ, ദറസ, ദറസു, ദറസത്ത്, ദറസത്ത, ദറസ്ന. ആ രൂപത്തിൽ എഴുതുകയാണ് വേണ്ടത്.
ഇവിടെ നുറത്തിബുൽ കലിമാത്ത് ഹത്താ തകൂന ജുംല, ഇവിടെ അങ്ങനെ ഡിസോർഡർ ആയിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അതൊരു ജുംലയാക്കണം, ഒരു സെന്റൻസ് ആക്കണം. ദഹബു ഇല മക്ക അൽ മുസ്ലിമൂൻ. അപ്പൊ എന്താ വേണ്ടത്? അൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ. ദഹബു അവർ പോയി എവിടേക്ക്? ഇല മക്ക, മക്കയിലേക്ക്. അൽ ബനാത്തു തവല്ലഅന ഹുന്ന, കണ്ടോ? അൽ ബനാത്തു ഹുന്ന തവല്ലഅന, ആ രൂപത്തിലൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ള മറ്റൊന്ന്, ഇവിടെ മാദിയായ ഫീൽ തന്നിട്ടുണ്ട്, അതിന്റെ മുലാരി നമ്മൾ എഴുതണം. അസമ, യഅസിമു, ഗസല, യഗ്സിലു. കാരണം നമ്മളിപ്പോൾ മാദിയും പഠിച്ചു മുലാരിയും പഠിച്ചല്ലോ. അപ്പൊ ഒരു ഫീലിന്റെ മാദിയും മുലാരിയും രണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഗസല യഗ്സിലു, ദഹബ യദ്ഹബു, കനസ യകുനുസു, ജാഅ യജീഉ, ജലസ യജ്ലിസു. അപ്പോൾ ആ മുലാരിയായ ഫീലുകളും പഠിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ മുഫ്രദ് ജമ്മ് ഇവിടെയും ഉണ്ട്. അയ്യാമുൻ, ദിവസങ്ങൾ, അതിന്റെ മുഫ്രദാണ് യൗമുൻ, ദിവസം. ഉളുവ്, ഇഖ്വത്ത്, അഖ്, അങ്ങനെ മുഫ്രദും ജമ്മും വിദ്യാർത്ഥികൾ പഠിക്കണം. ഇനി അടുത്തത് ഇന്നല്ലാഹ യറാന. ഇന്നല്ലാഹ യറാന എന്നുള്ള പാഠത്തിൽ നമുക്ക് പഠിക്കാൻ എന്താണ്? അഖ്സാമുൽ കലാമാണ്. ഒരു സെന്റൻസിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ, ഒരു സെന്റൻസിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ അത് ഏതൊക്കെയാണ്? ഇസ്മാണ്, ഒന്ന് ഇസ്മ്, മറ്റൊന്ന് ഫിഅല്, മറ്റൊന്ന് ഹർഫ്. ഈ ഇസ്മും ഫിഅലും ഹർഫും ഒക്കെ കൂടുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഒരു സെന്റൻസ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഇസ്മും ഫിഅലും ഹർഫും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് എന്ത്? ഒരു സെന്റൻസ് ഉണ്ടാക്കുന്നത്. ഈ ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താ? പേരുകൾ, വ്യക്തികളെ പേരാവട്ടെ, നാടുകളെ പേരാവട്ടെ, ഓരോ സാധനങ്ങളുടെ പേരാവട്ടെ, അതിനൊക്കെയാണ് എന്ത് പറയാ? ഇസ്മ എന്ന് പറയാ. ഫിഅൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തനങ്ങളാണ് ഫിഅല്. പിന്നെ ഹർഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചെറിയ ചെറിയ പൊട്ടുകൾ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ഈ ഹർഫിന് പ്രത്യേകമായിട്ട് എന്തില്ല, സ്വന്തമായിട്ടൊരു അർത്ഥമല്ല. അത് വേറൊന്നിന്റെ കൂടെ കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക? അതിന് അർത്ഥം കിട്ടുക. മനസ്സിലായോ? അപ്പൊ ഇസ്മ, ഫിഅല്, ഹർഫ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇന്നല്ലാഹ യറാന എന്നുള്ള പാഠത്തിൽ. ഉദാഹരണം കണ്ടോ? ദാത്ത യൗമിൻ ജാഅ ജിബ്രീൽ അലൈഹിസ്സലാം ഇൻദൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം വസഅല മൽ ഇഹ്സാൻ അജാബൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവിടെ ഉദാഹരണം, ഈ ഒരു ചെറിയൊരു പാരഗ്രാഫിൽ എന്തുണ്ട്? ഈ ഇസ്മും ഫിഅലും ഹർഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ദാത്ത എന്നുള്ളത് ഏതാണ് ഇതിൽ വരിക? ഹർഫാണ് വരിക, അല്ലെ? അതുപോലെ യൗമിൻ, ദിവസം എന്ന് പറയുമ്പോൾ ഏതാണ്? ഇസ്മാണ് വരിക. ജാഅ, വന്നു എന്ന് പറയുമ്പോൾ ഏതാണ്? ഫിഅലാണ് വരിക. ജിബ്രീൽ ഒരു പേരല്ലേ, ഇസ്മാണ്. ഇൻദ ഏതാണ്? ഹർഫാണ്. അതുപോലെ അൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ്? നബി തങ്ങളൊരു പേരല്ലേ, അത് ഇസ്മാണ്. സഅല, ചോദിച്ചു, അതൊരു പ്രവർത്തനല്ലേ. ഇഹ്സാൻ ഇസ്മാണ്, അല്ലെ? അജാബ, മറുപടി പറഞ്ഞു, ഫിഅലാണ്. അപ്പൊ ചുരുക്കത്തിൽ ഏതെങ്കിലും ഒക്കെ വസ്തുക്കളുടെ പേര്, അതിനാണ് എന്ത് പറയാ? അല്ലെങ്കിൽ ആളുകളുടെ പേര്, നാടുകളുടെ പേര്, അതിനൊക്കെ എന്ത് പറയും? ഇസ്മുകൾ എന്ന് പറയും. ഫിഅലുകൾ ഏതെങ്കിലും പ്രവൃത്തിയാണോ അത് ഫിഅലുകളായിരിക്കും. അല്ലാത്തത് അതുപോലെ ഈ ചെറിയ ഇല, മിൻ, അൻ സ്വന്തമായിട്ട് അർത്ഥമില്ല, വേറൊന്നിനോട് കൂടുമ്പോഴാണ് അർത്ഥം കിട്ടുക. അത്തരം പിന്നെ സംഭവങ്ങൾക്ക് എന്തും പറയും? ഹർഫുകൾ എന്നും പറയും. അപ്പൊ ചെറിയ പാരഗ്രാഫൊക്കെ തന്നാൽ അതിൽ ഇസ്മും ഫിഅലും ഹർഫും വേർതിരിച്ച് എഴുതുകയാണ് നമ്മൾ വേണ്ടത്. ഇവിടെ വീണ്ടും മുലാരിയായ ഫീലുകൾ തന്നിട്ട് അതിന്റെ മുലാരി മാദി ഒക്കെ എഴുതാനുണ്ട്. തത്ലുബു, തലബ, യഅരിഫു, അറഫ, നമ്മൾ നേരത്തെ കഴിഞ്ഞ പാഠത്തിലൊക്കെ പഠിച്ച ഭാഗങ്ങൾ. അതുപോലെ വീണ്ടും ഇവിടെ മുഫ്രദ് ജമ്മുണ്ട്. ഹാല്, അവസ്ഥ, അഹ്വാൽ, അവസ്ഥകൾ. ഇബ്നത്ത്, ബനാത്ത്, ഉമ്മ, ഉമ്മഹാത്ത്, മാഉൻ, മിയാഹ്. ഇവിടെ നഖ്റഉ മിനൽ ഖുർആനി വനുമയ്യിസുഹു ഇലാ ഫിഅലിൻ വഇസ്മിൻ വഹർഫിൻ. ഇവിടെ കണ്ടോ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ഇതിലുള്ള ഇസ്മു, ഫീല്, ഹർഫ് നമ്മൾ കണ്ടെത്തണം. നമ്മൾ പറഞ്ഞു ഇസ്മു എന്ന് പറഞ്ഞാൽ പേരുകൾ, അല്ലെ? ഒരു സാധനത്തിന്റെ അല്ലെങ്കിൽ ആളുകളുടെ പേരുകൾ, അതിനൊക്കെയാണ് എന്ത് പറയാ? നമ്മൾ ഇസ്മു എന്ന് പറയാം. പ്രവർത്തികൾക്ക് ഫീൽ എന്ന് പറയും, ഹർഫ് അല്ലാത്തത്. അപ്പൊ ഇവിടെ കണ്ടോ? ഇദാ ജാഅ എന്ന് പറയുമ്പോൾ എന്താണ്? വന്നു, അതെന്താണ്? ഒരു പ്രവൃത്തിയാണ്. അപ്പൊ ഫീല്. ഇദാ എന്നുള്ളത് ഹർഫ്. നസ്ർ എന്ന് പറയുമ്പോൾ സഹായം എന്നാണ്, നൗണ്. അപ്പൊ ഇസ്മ. അല്ലാഹി ഇസ്മ. ഫത്ഹ് ഇസ്മ. റഅയ്ത നീ കണ്ടു, അത് ഫിഅല്. അന്നാസ് ജനങ്ങൾ, ഇസ്മ. യദ്ഖുലൂൻ പ്രവേശിക്കുന്നു, ഫിഅല്. ഫീ എന്നുള്ളത് ഹർഫ്. ദീൻ ഇസ്മ. അല്ലാഹി എന്നുള്ളത് ഇസ്മ. അഫ്വാജ, അല്ലെ? അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാരഗ്രാഫ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു സെന്റൻസ് കിട്ടിയാൽ അതിലുള്ള ഇസ്മും ഫീലും ഹർഫും കണ്ടെത്തുകയാണ് വേണ്ടത്. അടുത്തത് അദ്ദർസു സാദിസ്, ആറാമത്തെ പാഠം. മൻ ജദ്ദ വജദ. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? മുത്തസിലായ ലമീറുകൾ, മുൻഫസിലായ ലമീറുകളെ കുറിച്ചാണ്. ഏതാണ് ഈ ലമീറുകൾ? അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അനാ, നഹ്നു. ഇതാണ് എന്ത്? ലമീറുകൾ. ഇനി ഇതിന്റെ സ്ഥാനത്ത് തന്നെ ഇതിന്റെ അർത്ഥത്തിൽ ഒരു ഫീലിന്റെ കൂടെ, പദത്തിന്റെ കൂടെ ചേർന്ന് വരുന്ന ലമീറുകൾക്കാണ് എന്ത് പറയാ? മുത്തസിൽ എന്ന് പറയുക. ഇത് മുൻഫസിൽ, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവുക. ഏതുപോലെ യാ തുല്ലാബ്, ഓ വിദ്യാർത്ഥികളെ. അൻതും
നിങ്ങൾ. കണ്ടപ്പോ ഈ തുല്ലാബ് വിദ്യാർത്ഥികളെ, അൻതും നിങ്ങൾ. അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ വിട്ടുപിരിഞ്ഞിട്ടല്ലേ വന്നത്. ഇനി ഇതേ അൻതും എന്നുള്ളതിന്റെ അർത്ഥത്തിനാണ് ഇത് കുല്ലുക്കും നിങ്ങൾ, കുല്ലുക്കും നാജിഹൂൻ, നിങ്ങൾ എന്താണ് പിന്നെ വിജയികളാണ്. അപ്പോ അൻതും, ഇവിടെ അൻതും എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് വന്നു. എന്നാൽ ഇതേ അൻതും എന്നുള്ളതിന്റെ അർത്ഥത്തിന് ഈ കുല്ല് എന്നുള്ളതിന്റെ കൂടെ കും എന്നുള്ളത് എന്ത് ചേർന്ന് വന്നു. അപ്പൊ ഇതാണ് മുൻഫസിലായ ലമീർ, ഇതാണ് മുത്തസിലായ ലമീർ. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ട് പിരിഞ്ഞത്, സെപ്പറേറ്റ് ആയിട്ടുള്ളത്. മുത്തസിൽ എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുന്നത്. അപ്പൊ കണ്ടോ, ഈ ഓരോ ലമീറിന്റെ സ്ഥാനത്തും നിൽക്കുന്ന മുത്തസിലായ ലമീറുകൾ ഏതെല്ലാമാണ് എന്നുള്ളത് ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അൻത എന്നുള്ളതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് എന്ത്? അൻത എന്നുള്ളതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ക. അൻതുമ എന്നുള്ളതിന്റെ കുമ, അൻതും എന്നുള്ളതിന്റെ കും, അൻതി എന്നുള്ളതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് കി. ഉദാഹരണം, സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹാദാ കലമുക, ഹാദാ കലമുക, ഇത് നിന്റെ പേനയാണ്. അപ്പൊ കണ്ടോ, കലം എന്നുള്ളതിന്റെ കൂടെ എന്ത് ചെയ്തു? ക എന്ന് ചേർന്ന് വന്നു. അപ്പൊ കലമുക. ഇനി ഒരു പെണ്ണിനോട് പറയുകയാണെങ്കിലാണ് ഹാദാ കലമുക്കി, ഇത് നിന്റെ പേനയാണ്. അപ്പൊ അൻതി എന്നുള്ളത് മുമ്പിലുള്ള ഒരു സ്ത്രീയോട് സൂചിപ്പിക്കുന്നതല്ലേ, അൻതി ഫാത്തിമ എന്നൊക്കെയല്ലേ നമ്മൾ പറയാറുള്ളത്. അപ്പൊ ഹാദാ കലമുക്കി, ഇത് നിന്റെ പേനയാണ്. അപ്പൊ കണ്ട, ഈ അൻതിയുടെ സ്ഥാനത്ത് കി, അൻതുമ എന്നുള്ളതിന്റെ സ്ഥാനത്ത് കുമ, അൻതുന്ന കുന്ന, അന ഞാൻ എന്നുള്ളതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ലമീർ ഏതാണ്? നീ, മുത്തസിലായ ലമീർ നീ. അതുപോലെ നഹ്നു എന്നുള്ളതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് നാ. ഇവിടെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഇലൈക, ഇലൈക, അല്ലെങ്കിൽ അലൈക, ഇലൈക്കുമാ, അലൈക്കുമാ, ഇലൈക്കും, അലൈക്കും. നമ്മൾ പറയാറില്ലേ അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ ആ രൂപത്തിൽ ഈ മുൻഫസിലായ ലമീറുകളുടെ പിന്നെ സ്ഥാനത്ത് നിൽക്കുന്ന മുത്തസിലായ ലമീറുകൾ ഏതെല്ലാമാണെന്ന് വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇവിടെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഡാഷ് അൽ ഫായിഖു ഫിൽ ഇംതിഹാനി, ഡാഷ് അൽ ഫായിഖു ഫിൽ ഇംതിഹാനി, ഈ പരീക്ഷയിൽ ഉയർന്ന സ്ഥാനം മാർക്കാർക്കാണ്. അപ്പോൾ ഇതിൽ നമ്മൾ യോജിച്ചത് ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ, വജദ എന്ന് പറഞ്ഞാൽ എത്തി, മൻ, മൻ എന്ന് പറഞ്ഞാൽ ആര്, അൻതുമ നിങ്ങൾ രണ്ടുപേര്, ഖൈറൻ, ഖൈറ് കുല്ലു കുന്ന എല്ലാവരും. അപ്പൊ മനിൽ ഫായിഖു ഫിൽ ഇംതിഹാൻ, മനിൽ ഫായിഖു ഫിൽ ഇംതിഹാൻ. അൻതുന്ന, കണ്ടോ, അൻതുന്നന്റെ സ്ഥാനത്ത് ഏതാണ് നിൽക്കുന്നത്? അൻതുന്നന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മുത്തസിലായ ലമീർ ഏതാണ്? കുന്ന. കണ്ടോ, അൻതുന്ന കുല്ലു കുന്ന നാജിഹാത്തുൻ. അവിടെ നാജിഹാത്ത് എന്ന് പറയുമ്പോൾ പെൺകുട്ടികളാണ്, വിജയികൾ, വിദ്യാർത്ഥിനികളാണ് അവിടെ. നാജിഹാത്ത് അല്ലേ. അപ്പൊ കുല്ലു കുന്ന, അതിനനുസരിച്ചുള്ളത് ചേർക്കണം. ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമുണ്ട്. അൻത, അൻതും, അൻതും, ഇത് മുമ്പിലുള്ള ഒരാണ്, രണ്ടാണുങ്ങൾ, കുറെ ആണുങ്ങളെ സൂചിപ്പിക്കാനാണ്. അൻതി മുമ്പിലുള്ള ഒരു പെണ്ണ്, രണ്ട് പെണ്ണുങ്ങൾ, കുറെ പെണ്ണുങ്ങൾ സൂചിപ്പിക്കാനാണ്. അന ഞാൻ, നെഹനു ഞങ്ങൾ. അപ്പൊ ആ ഒരു അർത്ഥം നമ്മൾ പഠിച്ചാൽ നമുക്ക് വളരെ സിമ്പിൾ ആണ്. ഇനി ആ താലിബത്താനി, ഓ രണ്ട് വിദ്യാർത്ഥിനികളെ, താലിബത്താൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിനികളല്ലേ. അപ്പൊ പെണ്ണുകൾ അൻതി അൻതുമ, കണ്ടോ, അൻതുമാ മുജ്തഹിദത്താനി നിങ്ങൾ രണ്ടുപേരും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. മൻജദ്ദ ആരെങ്കിലും പരിശ്രമിച്ചാൽ വജദ അവൻ വിജയിക്കും. കൈഫ കാനത്ത് ദിറാസത്തുകുമാ നിങ്ങൾ എങ്ങനെയായിരുന്നു പഠിച്ചത്? കൈഫ. ജസാകുമുല്ലാഹു ഖൈറാ. അപ്പോൾ ആ രൂപത്തിൽ ഇവിടെ മുൻഫസിലായ ലമീറും മുത്തസിലായ ലമീറുകളുമാണ് നമ്മൾ ഇവിടെ പഠിക്കാനുള്ളത്. നമ്മുടെ ഈ പാഠത്തിലൊക്കെ അതിന്റെ ഉദാഹരണങ്ങൾ ധാരാളമായി തന്നിട്ടുണ്ട്. ഇപ്പൊ യാ താലിബത്താനി, ഓ രണ്ട് വിദ്യാർത്ഥിനികളെ, അൻതുമാ നിങ്ങൾ രണ്ടുപേരും, കണ്ടോ. അപ്പൊ ആ രൂപത്തിൽ പിന്നെ അൻതുന്ന നിങ്ങളെല്ലാവരും, കുല്ലു കുന്ന, കണ്ടോ, ദറസ്ന, ദറസ്ന ഞങ്ങൾ പഠിച്ചു. അപ്പോൾ നെഹ്നു എന്നുള്ളതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മുത്തസിലായ ലമീർ നാ, കണ്ടോ. ആ രൂപത്തിൽ ഇവിടെ കണ്ടത് ഔന, അതൊക്കെ ഞങ്ങൾ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മുത്തസിലായ ലമീർ ഏതാണ്? നാ എന്നുള്ളതാണ്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മുൻഫസിലായ ലമീർ ഏതെല്ലാമാണ്, ആ മുൻഫസിലായ ലമീറിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മുത്തസിലായ ലമീറുകൾ ഏതെല്ലാമാണ് എന്ന് നിർബന്ധമായും വിദ്യാർത്ഥികൾ ഇത് ശ്രദ്ധിച്ച് പഠിക്കണം. ഉദാഹരണങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. മൻ ജദ്ദ വജദ, മൻ ജദ്ദ വജദ അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. ആരെങ്കിലും പരിശ്രമിച്ചാൽ അവന് വിജയിക്കും. മനിൽ ഫായിഖു ഫിൽ ഇംതിഹാനി പരീക്ഷയിൽ ഉന്നത മാർക്കാർക്കാണ്. കുല്ലുക്കും, കുല്ലുക്കും എന്താണ് അതിന്റെ അർത്ഥം വരിക? കണ്ടോ, കുല്ലുക്കും, കണ്ടോ ആരോടുള്ള സംസാര? കുല്ലുക്കും, കും എന്ന് പറയുമ്പോൾ അൻതും എന്നുള്ളതിന്റെ സ്ഥാനത്താണ്. അപ്പൊ മുമ്പിലുള്ള ആണുങ്ങൾ, കുല്ലുക്കും നിങ്ങളെല്ലാവരും നാജിഹൂൻ ആരാണ്? പാസ്സായവരാണ്. ഇനി അടുത്തത് ഇവിടെ നിസ്ഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ്. റുബ് എന്ന് പറയുമ്പോൾ 4/1, സുലുസ് എന്ന് പറയുമ്പോൾ 3/1, വാഹിദ് എന്ന് പറഞ്ഞാൽ 1. ഇനി ഇവിടെ വീണ്ടും നക്തുബുൽ മുലാരിയ മാദിയായ ഫീൽ തന്നിട്ടുണ്ട്. അതിന്റെ മുലാരി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വസ്സഅ, യൂസഉ, ദഅ, യദഉ, വജദ, യജിദു, ഖാല, യഖൂലു, ദറസ, യദ്റുസു, ഇജ്തഹദ, യജ്തഹിദു. ഇനി അടുത്തത് അദ്ദറുസു സാബിഉ 7ാം പാഠമാണ്. റിഹ്ലത്തുൻ ഇലാ മഖർരി സമസ്ത. റിഹ്ലത്തുൻ എന്ന് പറഞ്ഞാൽ യാത്ര. എവിടേക്കാണ്? ഇലാ മഖർരി സമസ്ത, സമസ്തയുടെ ആസ്ഥാനത്തേക്കുള്ള ഒരു യാത്ര.
ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ചില ചോദ്യവാക്കുകളാണ്. ഏതെല്ലാമാണ് എന്ന് നമുക്ക് വിശദീകരിക്കാം. ഫി സബാഹി യൗമിൻ, ഒരു ദിവസം രാവിലെ, ഖററത് ഇദാറത്തുൽ മദ്റസതി, മദ്രസയുടെ മാനേജ്മെന്റ് തീരുമാനിച്ചു, അദ്ദഹാബ ബിതുല്ലാബിൽ മദ്റസതി, മദ്രസയിലെ വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ. എവിടേക്ക്? ഇലാ മഖരി സമസ്ത ബി കാലിക്കൂത്ത്, കോഴിക്കോടിലുള്ള സമസ്തയുടെ ആസ്ഥാനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. കാനത്ത് റിഹ്ലത്തു മലീഅതൻ ബിൽ ഫറഹി വസ്സുറൂർ, ആ യാത്ര വളരെ സന്തോഷവും ആനന്ദവും നിറഞ്ഞ ഒരു യാത്രയായിരുന്നു. ഇൻദമാ വസലു, അവര് അവിടെ എത്തിയപ്പോ, വവാജഹു മുദീറൽ മഖരി, ഈ ആസ്ഥാനത്തിന്റെ മാനേജർ അവരെ കണ്ടുമുട്ടിയപ്പോൾ, ബദഅത്തുല്ലാബു ബിതൗജീഹിഹി അസ്ഇലതൻ ലഹു, അദ്ദേഹത്തോട് കുട്ടികൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഫജറ ബൈനഹും മുഹാദസത്തുൻ ഖസീറ, അങ്ങനെ അവിടെ ഒരു ചെറിയ സംഭാഷണം അവർക്കിടയിൽ നടന്നു. അത്തുല്ലാബു, വിദ്യാർത്ഥികൾ പറയാണ്, അസ്സലാമു അലൈക്കും. അൽ മുദീറു, മാനേജർ പറയാണ്, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്, മർഹബൻ അഹ്ലൻ വസഹ്ലൻ ബിജമീഇക്കും, നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. മർഹബൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാഗതം. മർഹബൻ അഹ്ലൻ വസഹ്ലൻ ബിജമീഇക്കും, നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അൽ മുദീറു, മുദീർ ചോദിക്കാണ്, മൻ യഅരിഫു മിൻകും ഇസ്മ ഹാദൽ മഖരി, ഈ ആസ്ഥാനത്തിന്റെ പേര് ആർക്കാണ് അറിയുക? ഇവിടെ മൻ എന്നുള്ളത് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ? മൻ എന്നുള്ളത് ആര് എന്നുള്ള ചോദ്യമാണ്. അത്തുല്ലാബു, വിദ്യാർത്ഥികൾ പറയാണ്, നഹ്നു ജമീഉനാ നഅരിഫ്, ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഹാദാ മഖറു സമസ്ത, ഇത് സമസ്തയുടെ ആസ്ഥാനമാണ്. തജ്തമിഉൽ മുശാവറത്തു ഹുന, ഇവിടെയാണ് മുശാവറ യോഗം നടക്കാറുള്ളത്. അതുപോലെ വതുസ്ദറു ജരീദത്തു സുപ്രഭാതം മിൻ ഹുന, ഇവിടെ നിന്നാണ് സുപ്രഭാതം പത്രം പബ്ലിഷ് ചെയ്യുന്നത്. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അൽ മുദീറു, മാനേജർ പറയാണ്, മാഷാ അല്ലാഹ് അഹ്സൻതും, മാഷാ അല്ലാഹ് അഹ്സൻതും, നിങ്ങൾ നന്നായി പറഞ്ഞിരിക്കുന്നു. ജാസിർ ചോദിക്കാണ്, മത്താ തമ്മ ബിനാഉ ഹാദൽ മഖർ, ഇതിന്റെ പണി, ഇതിന്റെ നിർമ്മാണം എപ്പോഴാണ് പൂർത്തിയായത്? അപ്പൊ മുദീർ പറയാണ്, തമ്മ ബിനാഉഹു ഖബ്ല 40 ആമ, 40 വർഷം മുമ്പ് ഇതിന്റെ പണി പൂർത്തിയായിട്ടുണ്ട്. നബീൽ ചോദിക്കാണ്, കം മക്തബൻ ഫി ഹാദൽ മബ്ന, ഇവിടെ എത്ര ഓഫീസുകൾ ഉണ്ട് ഈ കെട്ടിടത്തില്? അപ്പൊ മുദീർ പറയാണ്, ഹുനാ സലാസത്തു മകാതിബ്, 3 ഓഫീസുകളുണ്ട്. ഖാസിം ചോദിക്കാണ്, റഅയ്തു ഹുനാക അദദൻ കസീറൻ മിനൽ കുതുബ്, അവിടെ ധാരാളം ബുക്കുകൾ കാണുന്നുണ്ടല്ലോ. ലിമാദാ ഹാദിഹിൽ കുതുബ്, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഈ പുസ്തകങ്ങളൊക്കെ? ഇവിടെ വിദ്യാർത്ഥികൾ ഈ റെഡ് കളറിൽ കൊടുത്ത വാക്കുകൾ ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ മൻ പറഞ്ഞു, മൻ എന്നുള്ളതിന്റെ അർത്ഥം ആര് എന്നാണ്. ഇവിടെ മത്ത, മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ, കം എന്ന് പറഞ്ഞാൽ എത്ര, ഇനി അവസാനം പറഞ്ഞത് ലിമാദ, ലിമാദ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി. ഈ ചോദ്യവാക്കുകളാണ് ഈ പാഠത്തിൽ പ്രധാനമായും പഠിക്കാനുള്ളത്. അപ്പൊ കാസിം ചോദിക്കാണ്, അവിടെ കുറെ പുസ്തകങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ എന്തിനു വേണ്ടിയാണ്? അപ്പൊ മുദീർ പറയാണ്, സുആലുൻ മുംതാസ്, മുംതാസ് എന്ന് പറഞ്ഞാൽ മികച്ചത്, മികച്ച ചോദ്യം, നല്ല ചോദ്യം. ഹാദിഹിൽ കുതുബു ലിത്തൗസീഇ ഫിൽ മദാരിസ്, ഈ പുസ്തകങ്ങളെല്ലാം മദ്രസകളിൽ വിതരണം ചെയ്യാനുള്ളതാണ്. അപ്പൊ നബീൽ ചോദിക്കാണ്, കം മുവല്ലഫൻ ഫി ഹാദൽ മക്തബി, ഈ ഓഫീസിൽ എത്ര ജോലിക്കാരുണ്ട്? അൽ മുദീറു, മുദീർ പറയാണ്, ഹുനാ 50 മുവല്ലഫൻ, ഇവിടെ 50 ജീവനക്കാരുണ്ട്. 50 മുവല്ലഫൻ, 50 ജീവനക്കാരുണ്ട്. മുദീർ ചോദിക്കാണ്, ബിമാദാ തശ്ഉറൂന ബഅദ വസൂലികും ഇലാ ഹുനാ, ഇവിടെ നിങ്ങൾ എത്തിയപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, എന്താണ് തോന്നുന്നത്? കുട്ടികൾ പറയാണ്, നശ്ഉറു ബിർറാഹത്തി വൽ ഫഖർ, കുട്ടികളെല്ലാവരും പറയാണ്, ഞങ്ങൾക്ക് സന്തോഷവും അങ്ങേയറ്റത്തെ അഭിമാനവും തോന്നുന്നു. മുദീർ ചോദിക്കാണ്, മാനേജർ ചോദിക്കാണ്, മത്താ തർജിഊൻ, നിങ്ങൾ എപ്പോഴാണ് മടങ്ങുക? അപ്പൊ വിദ്യാർത്ഥികൾ പറയാണ്, നർജിഉ ഫിൽ ഹാലി ബഅദ സ്വലാത്തുൽ അസ്ർ, അസ്ർ നിസ്കാരത്തിന് ശേഷം ഇപ്പോൾ തന്നെ ഞങ്ങൾ മടങ്ങും. അപ്പൊ ഹംദാൻ പറയാണ്, യാ മുദീറുൽ ഫാദിൽ, ഓ ബഹുമാനപ്പെട്ട മാനേജറെ, ഇസ്തഫദ്നാ ബിമസീദിൻ മിനൽ മഅലൂമാതി ശുക്രൻ ജസീല, ഞങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞു, ശുക്രൻ ജസീല, വളരെയധികം നന്ദി. അപ്പൊ മുദീർ പറയാണ്, അൽഹംദുലില്ലാഹ് വസ്സലാമു അലൈക്കും. അത്തുല്ലാബ് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഇവിടെ ഈ മാനേജറുടെയും കുട്ടികളുടെയും ഇടയിൽ നടന്ന ഈ സംഭാഷണത്തിൽ കുറെ ചോദ്യവാക്കുകൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് മൻ, മത, കം, ലിമാദ, കം, ബിമാ, ബിമാദ, മത, ഇതെല്ലാം ചോദ്യവാക്കുകളാണ്. ഇവിടെ നഖറഉ കണ്ടോ, അത് ഉപയോഗിച്ചിട്ട് വീണ്ടും ചോദ്യങ്ങൾ തരികയാണ്. മൻ യഅരിഫു മിൻകും,
മൻ മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ് അർത്ഥം. ആ ചോദ്യവാക്കുകളുടെ അർത്ഥങ്ങൾ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കണം. മൻ എന്ന് പറഞ്ഞാൽ ആര്. മൻ യഅരിഫു മിൻകും, നിങ്ങളിൽ ആർക്കാണ് അറിയുക. മത്ത മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ. മത്ത തമ്മ ബിനാഉ ഹാദൽ മഖർ, ഈ ആസ്ഥാനത്തിന്റെ പണി എപ്പോഴാണ് പൂർത്തിയായത്. ലിമാദ ലിമാദ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി. ലിമാദ ഹാദിഹിൽ കുത്തുബ്, ഈ പുസ്തകങ്ങളെല്ലാം എന്തിനു വേണ്ടിയുള്ളതാണ്. ഇനി കം കം എന്ന് പറഞ്ഞാൽ എത്ര. കം മുവല്ലഫൻ ഫി ഹാദൽ മക്തബി, ഈ ഓഫീസിൽ എത്ര ജീവനക്കാരുണ്ട്. ബിമാദ തശ്ഉറൂൻ, ബിമാദ തശ്ഉറൂൻ, എന്താണ് ബിമാദ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. അപ്പൊ ബിമാദ തശ്ഉറൂൻ, എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നൊക്കെ അർത്ഥം. മത്ത എപ്പോൾ, മത്ത തർജിഊൻ, എപ്പോഴാണ് നിങ്ങൾ മടങ്ങുന്നത്. ചുരുക്കത്തിൽ മൻ, മത്ത, ലിമാദ, കം, ബിമാദ, മത്ത, ഇതൊക്കെയാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള ചോദ്യവാക്കുകൾ. ഇനി ഇവിടെ നസ്അലു ഹസബൽ മുശാരി ഇലൈഹി സുമ്മ നക്തുബുഹു, ഇവിടെ ആ ചോദ്യ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. കണ്ടോ, മൻ അൻത, മൻ അൻത, എന്താണ് അതിന്റെ അർത്ഥം. അൻത എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നീ എന്നാണ് അർത്ഥം. അപ്പൊ മൻ അൻത, നീ ആരാണ്. മൻ അൻതുമ, ഇനി രണ്ടുപേരുണ്ടെങ്കിൽ എന്താ എങ്ങനെ ചോദിക്കുക. മൻ അൻതുമ, നിങ്ങൾ രണ്ടുപേർ ആരാണ്. മൻ ഹിയ, ഹിയ എന്ന് പറഞ്ഞാൽ അവൾ. മൻ ഹിയ, അവൾ ആരാണ്. മൻ ഹുവ, അവൻ ആരാണ്. അപ്പൊ മൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലൊക്കെ ചോദിക്കാം. ഇനി മത്ത വെച്ചിട്ടുള്ള ഉദാഹരണങ്ങളാണ്. മത്ത തദ്ഹബു, നീ എപ്പോഴാണ് പോകുന്നത്. മത്ത തക്തുബാനി, നിങ്ങൾ രണ്ടുപേരും എപ്പോഴാണ് എഴുതുക. മത്ത തനാമൂൻ, നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങുക. മത്ത യർജിആനി, നിങ്ങൾ രണ്ടുപേർ എപ്പോഴാണ് മടങ്ങി വരിക. ഇങ്ങനെ മത്ത വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി അടുത്തത് കം, കം വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ. കം റക്അത്തൻ സല്ലൈതുമ, നിങ്ങൾ രണ്ടുപേരും എത്ര റക്അത്താണ് നിസ്കരിച്ചത്. കം എന്ന് പറഞ്ഞാൽ എത്ര. കം ഉളുവൻ ഫി ഉസ്റതിക, നിന്റെ കുടുംബത്തിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, എത്ര അംഗങ്ങളുണ്ട്. കം താലിബൻ ഫിൽ മദ്രസതി, നിന്റെ മദ്രസയിൽ എത്ര വിദ്യാർത്ഥികളുണ്ട്. കം ബിൻതൻ ഫി സഫികി, നിന്റെ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട്. അപ്പൊ ഇതെല്ലാം കം വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. കം എന്ന് പറഞ്ഞാൽ എത്ര. ഇനി ലിമാദ, ലിമാദ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി. ലിമാദ അക്കൽ തിഹാദ, നീ എന്തിനു വേണ്ടിയാണ് ഇത് കഴിച്ചത്. ലിമാദ ദഹബത്തും, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അങ്ങോട്ട് പോയത്. അപ്പൊ ലിമാദ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി. ഇനി അടുത്തത് ബിമാദ, ബിമാദ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. ബിമാദ കതബത, നീ എന്തുകൊണ്ടാണ് എഴുതിയത്. ബിമാദ ഖതഅതുമ അഷ്ജറ, നിങ്ങൾ രണ്ടുപേരും എന്തുകൊണ്ടാണ് ഈ മരം മുറിച്ചത്. അപ്പോൾ ചുരുക്കത്തിൽ മൻ എന്ന് പറഞ്ഞാൽ ആര്, മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ, കം എന്ന് പറഞ്ഞാൽ എത്ര, ലിമാദ എന്തിനു വേണ്ടി, ബിമാദ എന്തുകൊണ്ട്. ഇതെല്ലാം ചോദ്യവാക്കുകളാണ്. ഈ ചോദ്യവാക്കുകളാണ് പ്രധാനമായും വിദ്യാർത്ഥികൾ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അതുപോലെ നുലാഹിലു തആബിറ വനതഹദ്ദസു ബിഹ, ഇവിടെ ചില പ്രയോഗങ്ങൾ തന്നിട്ടുണ്ട്. ഈ പാഠത്തിൽ വന്ന ചില പ്രയോഗങ്ങളാണ്. ഈ പ്രയോഗങ്ങൾ നമുക്ക് പ്രാക്ടിക്കലി ഉപയോഗിക്കാനുള്ളതാണ്. എന്തെല്ലാമാണത്. ബിൽ ഫറഹി വസ്സുറൂർ, എന്താണ് അതിന്റെ അർത്ഥം. സന്തോഷവും ആനന്ദവും കൊണ്ട്. അപ്പൊ നമുക്കതൊക്കെ പ്രയോഗിക്കാൻ പറ്റും. ബിൽ ഫറഹി വസ്സുറൂർ, സന്തോഷവും ആനന്ദവും കൊണ്ട്. അതുപോലെ അഹ്സൻതും, നിങ്ങൾ നല്ലത് ചെയ്തു. ആരെങ്കിലും നല്ലത് ചെയ്താൽ നല്ല ഉഷാറായിട്ട് എഴുതിയതൊക്കെ നമ്മൾ കണ്ടാൽ അഹ്സൻതും എന്ന് പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ അഹ്സൻതും എന്ന് പറയാം. അതുപോലെ ബിർറാഹത്തി വൽ ഫഖർ, സന്തോഷം കൊണ്ടും അഭിമാനം കൊണ്ടും. അതൊക്കെ ഓരോ പ്രയോഗങ്ങളാണ് അറബിയിലുള്ളത്. മർഹബൻ അഹ്ലൻ വസഹ്ല, ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പറയാം, ഗസ്റ്റ് നമ്മളെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ മർഹബൻ അഹ്ലൻ വസഹ്ല, സ്വാഗതം. അതുപോലെ മുംതാസ്, മുംതാസ് എന്ന് പറഞ്ഞാൽ മികച്ചത്, മികച്ചത്, നല്ല ഉഷാറായിട്ടുണ്ട് എന്നുള്ള അർത്ഥം. നർജിഉ ഫിൽ ഹാൽ, നർജിഉ ഫിൽ ഹാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ മടങ്ങും, ഞങ്ങൾ ഇപ്പോൾ തന്നെ മടങ്ങും. മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത്. ബിമാദാ തശ്ഉറു, നിനക്ക് എന്താണ് തോന്നുന്നത്, എന്താണ് ഫീൽ ചെയ്യുന്നത്. ശുക്രൻ ജസീലൻ, വളരെയധികം നന്ദി. അപ്പോൾ ഇതെല്ലാം ഈ പാഠത്തിൽ വന്ന ചില പ്രയോഗങ്ങളാണ്, നമുക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ചില പ്രയോഗങ്ങളാണ്. ഇനി നുഅരിബ്, ഇവിടെ അറബിയാക്കാനാണ്. അവർ ആരാണ്. അവർ എന്നുള്ളതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹും എന്നാണ്. ഹും. ആര് എന്നുള്ളതിന് മൻ, നമ്മളിപ്പോൾ പഠിച്ചു. മൻ ഹും, മൻ ഹും, അവർ ആരാണ്. ഇനി നീ എന്ത് ചെയ്യുന്നു, നീ എന്ത് ചെയ്യുന്നു. മാദാ, മാദാ തഫ്അലു, മാദാ തഫ്അലു, മാദാ എന്ത്, തഫ്അലു നീ പ്രവർത്തിക്കുന്നത്. അപ്പൊ മാദാ തഫ്അലു, നീ എന്ത് ചെയ്യുന്നു. ഇനി നീ എപ്പോഴാണ് ഉറങ്ങുന്നത്. എപ്പോൾ എന്നുള്ളതിന് നമ്മളിപ്പോൾ പഠിച്ചു മത്ത എന്നാണ്. മത്ത തനാമു,
മതാ തനാമു, നീ എപ്പോഴാണ് ഉറങ്ങുന്നത്. ഇതുപോലെ ഈ ചോദ്യവാക്കുകളാണ് ഈ പാഠത്തിൽ പ്രധാനമായും പഠിക്കാനുള്ളത്. ഇവിടെ ഖുർആനിൽ നിന്നുള്ള ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അപ്പോൾ മൻ ദല്ലദീ എന്ന് പറയുമ്പോൾ മൻ എന്നുള്ള ചോദ്യ പ്രയോഗം അവിടെ വന്നു. ഖാല ഖായിലും മിൻഹും കം ലബിസ്തും, അവിടെ ഏതാണ്? കം, എത്ര എന്നുള്ള പ്രയോഗം വന്നു. മതാ നസ്റുല്ലാഹി, അവിടെ മതാ എന്നുള്ള പ്രയോഗം വന്നു. മാദാ അറാദല്ലാഹു ബിഹാദാ മസല, അവിടെ മാദാ എന്നുള്ള ചോദ്യം വന്നു. ഇങ്ങനെ ചോദ്യവാക്കുകളാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഉദാഹരണങ്ങളെല്ലാം വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കുക. ഇനി അടുത്തത് അദ്ദർസു സാമിൻ, 8ാമത്തെ പാഠമാണ്. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മുത്തസിലായ ലമീറുകളെ കുറിച്ചും മുൻഫസിലായ ലമീറുകളെ കുറിച്ചുമാണ്. ഇവിടെ കണ്ട നല്ല ഒരു പൂച്ചക്കുട്ടിയുമായി കളിക്കാണ് ഈ മോന്, അല്ലെ? ഒഹിബുഹ കസീറൻ, ഒഹിബുഹ ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു, കസീറൻ അങ്ങേയറ്റം ധാരാളമായി ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് മുത്തസിലായ ലമീറുകൾ, അതുപോലെ മുൻഫസിലായ ലമീറുകൾ. എന്താണ് മുത്തസിലായ ലമീർ, മുൻഫസിലായ ലമീർ, അതെങ്ങനെയാണ് പ്രയോഗത്തിൽ വരിക എന്നെല്ലാം ഈ പാഠം കഴിയുമ്പോഴേക്ക് നമുക്ക് മനസ്സിലാകും. ലീ ഖിത്തത്തുൻ സഗീറത്തുൻ, എനിക്ക് ചെറിയ ഒരു പൂച്ചയുണ്ട്. ഇസ്മുഹ, അവളുടെ പേര് എന്താണ്? നൂനു, നൂനു എന്നാണ് അവളുടെ പേര്. ഇവിടെ ഖിത്തത്തുൻ, പൂച്ച എന്നുള്ളത് മുഅന്നസ് ആണ്, സ്ത്രീലിംഗമാണ്. അതിനെ സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഇസ്മുഹ. ആ ഇസ്മുഹ എന്ന് പറഞ്ഞാൽ അവളുടെ പേര്. ആ അവൾ ആര് തന്നെയാണ്? ഇവിടെ നേരത്തെ പറഞ്ഞ ഖിത്തത്തുൻ എന്ന് തന്നെയാണ്. ഇനി തുടർന്ന് അങ്ങോട്ടുള്ള സെന്റൻസുകളൊക്കെ ഈ പൂച്ചയെ തന്നെയാണ് പറയുന്നത്. പക്ഷെ വീണ്ടും വീണ്ടും ഖിത്തത്തുൻ ഖിത്തത്തുൻ എന്നിങ്ങനെ ആവർത്തിക്കുമ്പോൾ അത് ഒരു ഭാഷക്ക് ഒരു മോശമാണ്. അതുകൊണ്ട് എല്ലാ ഭാഷയിലും ഇതുപോലെ ലമീറുകൾ പ്രയോഗിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ നമ്മൾ പ്രോനൗണുകൾ പഠിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ ലമീറുകൾ. അപ്പോൾ ലീ ഖിത്തത്തുൻ സഗീറത്തുൻ, എനിക്ക് ചെറിയ ഒരു പൂച്ചയുണ്ട്. ഇസ്മുഹ, അവളുടെ പേര് നൂനു, നൂനു എന്നാണ്. ഇനി അടുത്ത സെന്റൻസ് കണ്ടോ? ലൗനുഹ, അവളുടെ നിറം, അബിയദു, വെള്ളയാണ്. ലൗനുഹ, അവൾ, അവൾ എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? ആ പൂച്ച ഖിത്തത്തുൻ തന്നെയാണ്. അവളുടെ നിറം അബിയദു, വെള്ളയാണ്. ലഹ, അവൾക്കുണ്ട് ദൈലുൻ തവീലുൻ, നീണ്ട വാലുണ്ട്. വലഹ, അവൾക്കുണ്ട് ഉദ്നാനി, 2 ചെവികളുണ്ട്. ഖസീറത്താനി, ചെറിയ 2 ചെവികളുണ്ട്. വലി, എനിക്കുണ്ട്. അഹുൻ സഗീറുൻ, ചെറിയ ഒരു സഹോദരനുണ്ട്. യംഷി വറാഅഹ, അവന്റെ പണി എന്താണ്? അവളുടെ പിറകിൽ തന്നെ നടക്കലാണ്. വയഖുദുഹ, അവളെ എടുക്കും. തുഹിബ്ബു നൂനു, ഈ നൂനു, നൂനു ആരാണ്? ഈ പൂച്ച തന്നെയാണ്. നൂനു ഇഷ്ടപ്പെടുന്നു. അൻ തുസാഹിബഹു വ അൻ തൽഅബ മഅഹു, എന്റെ ആ ചെറിയ സഹോദരനോടൊപ്പം കൂട്ടുകൂടാനും അവനോടൊപ്പം കളിക്കാനും ഒക്കെ നൂനു ഇഷ്ടപ്പെടുന്നു. തസീബു അഹ്യാനൻ അലൈഹി, തസീബു അഹ്യാനൻ അലൈഹി, ചില സമയങ്ങളിൽ അവന്റെ മേൽ അവൾ ചാടി വീഴും. തസീബു എന്ന് പറഞ്ഞാൽ ചാടി വീഴും. അഹ്യാനൻ, ചില സമയങ്ങളിൽ, അലൈഹി, അവന്റെ മേൽ. എന്നിട്ട് വതജ്ലിസു അലാ കതിഫിഹി, എന്നിട്ട് എന്ത് ചെയ്യും? അവന്റെ ചുമലിൽ അവൾ ഇരിക്കും. ഒഹിബുഹ കസീറൻ, ഞാൻ അവളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. ഇവിടെ കണ്ടോ, ഖിത്തത്തുൻ എന്നുള്ള സ്ത്രീലിംഗമായ പൂച്ചയെ സൂചിപ്പിക്കുന്ന ഹ ഹ എന്നുള്ള ലമീറുകൾ ഇങ്ങനെ ആവർത്തിച്ച് വന്നത് വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതേപോലെ അതിനുശേഷം വലി, എനിക്കുണ്ട്. അഹുൻ സഗീറുൻ, ചെറിയൊരു സഹോദരനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സഹോദരനെ സൂചിപ്പിക്കുന്ന രൂപത്തിൽ തുസാഹിബഹു, അതുപോലെ തൽഅബ മഅഹു, ഹു 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 എന്നുള്ള പ്രയോഗങ്ങൾ അവിടെ വന്നു. അപ്പൊ ഇതിലെല്ലാം മുത്തസിലായ ലമീറുകളാണ്. ഇതിനാണ് മുത്തസിലായ ലമീർ എന്ന് പറയുക. ചേർന്ന് വരുന്ന ലമീറിനാണ് മുത്തസിലായ ലമീറുകൾ എന്ന് പറയുന്നത്. ഇനി പിരിഞ്ഞ രൂപത്തിലുള്ള, രണ്ടും രണ്ടായിട്ട് തന്നെ പറയുന്ന രൂപത്തിലുള്ള ലമീറുകളാണെങ്കിൽ അതിന് മുൻഫസിലായ ലമീർ എന്ന് പറയും. ഈ മുത്തസിലായ ലമീറുകളും മുൻഫസിലായ ലമീറുകളും എന്താണ് എന്ന്, അത് ഏതെല്ലാമാണെന്ന് താഴെ പറയുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇസ്മുഹ, അവളുടെ പേര് നൂനു, നൂനു എന്നാണ്. അപ്പൊ ഹ ഈസ് ഈക്വൽ ടു ഹിയ, ഹ എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? ഹിയ, അവൾ എന്ന അർത്ഥമാണ്. ഇസ്മുഹ, അവളുടെ പേര് എന്നല്ലേ. അപ്പൊ ഹ എന്നുള്ളതിന്റെ ആ ലമീർ ഏതാണ്? ഹിയ എന്നുള്ള ലമീറാണ്. അതേപോലെ ലഹ ദൈലുൻ തവീലുൻ, അവൾക്ക് നീണ്ട വാലുണ്ട്. അപ്പൊ ലഹ, അവൾക്കുണ്ട്. ആ അവൾ, അതിന്റെ ഉദ്ദേശം എന്താണ്? ഹിയ എന്നുള്ള ലമീർ തന്നെയാണ്. അപ്പൊ അതിങ്ങനെ ചേർന്ന് വരികയാണ് ചെയ്യുന്നത്. ചേർന്ന് വരുമ്പോൾ അതിന് മുത്തസിലായ ലമീർ എന്ന് പറയുന്നു.
ഇനി തുഹിബ്ബു അവൾ ഇഷ്ടപ്പെടുന്നു അൻ തുസാഹിബഹു അവനോട് കൂട്ടുകൂടാൻ. നമ്മൾ നേരത്തെ ചെറിയൊരു സഹോദരന്റെ കഥ പറഞ്ഞില്ലേ, അവനോട് കൂട്ടുകൂടാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ തുസാഹിബഹു ഹു എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? ഹുവ അവൻ എന്നാണ്. തജ്ലിസു അവൾ ഇരിക്കുന്നു അലാ കത്തിഫിഹി അവന്റെ ചുമലിൽ. അപ്പൊ ഹി എന്ന് പറഞ്ഞാൽ അത് ആര് തന്നെയാണ്? ഹുവ അവൻ തന്നെയാണ്. ചുരുക്കത്തിൽ ഹ എന്നുള്ളത് ഹിയ എന്നുള്ള അവൾ എന്നുള്ള അർത്ഥവും ഹു എന്നുള്ളത് ഹുവ എന്ന അവൻ എന്നുള്ള അർത്ഥവുമാണ്. കണ്ടോ? നുലാഹിദു വനഫഹമു ഹുവ അതിന് വ്യത്യസ്ത അർത്ഥങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലഹു, ബിഹി, അലൈഹി, അതുപോലെ ബൈനഹു, യുഹിബ്ബുഹു. ലഹു എന്ന് പറഞ്ഞാൽ എന്താണ്? അവനിക്കൊണ്ട്. അതുപോലെ ബിഹി അവനെ കൊണ്ട്. അതുപോലെ അലൈഹി അവന്റെ മേൽ. ബൈനഹു അവന്റെ ഇടയിൽ. യുഹിബ്ബുഹു അവൻ സ്നേഹിക്കുന്നു. ഇതെല്ലാം ഹി ഹു എന്നൊക്കെ പറഞ്ഞാൽ ആ ലമീർ ഏതാണത്? ഹുവ എന്നുള്ള ലമീറാണ്. അത് ചേർന്ന് വരുമ്പോൾ അതിന്റെ രൂപങ്ങൾ വ്യത്യാസപ്പെടുന്നു. ചിലപ്പോൾ ഹു എന്നാകുന്നു, ചിലപ്പോൾ ഹി എന്നാകുന്നു. ഇനി ഹിയ എന്നുള്ളതോ? ലഹ, ബിഹ, അലൈഹ, ബൈനഹ, യുഹിബ്ബുഹ. ലഹ എന്ന് പറഞ്ഞാൽ അവൾക്കുണ്ട്, ബിഹ എന്ന് പറഞ്ഞാൽ അവളെ കൊണ്ട്, അതുപോലെ അലൈഹ അവളുടെ മേൽ, അതുപോലെ ബൈനഹ അവൾക്കിടയിൽ, യുഹിബ്ബുഹ അവളെ സ്നേഹിക്കുന്നു. ഇവിടെ ഹ എന്നുള്ളത് അത് ആരാണ്? ഹിയ അവൾ എന്നുള്ള അർത്ഥത്തിനുള്ളതാണ്. ഇനി നസിലു ബിൽ മുനാസിബി കമാ ഫിൽ മിസാൽ, നമ്മൾ ഇത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്, മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ഉദാഹരണം ഹുവ താലിബുൻ അവൻ വിദ്യാർത്ഥിയാണ്. ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ മുകളിൽ നമ്മൾ ഇവിടെ ഇസ്മുഹ, അതുപോലെ തുസാഹിബഹു, അതുപോലെ ലഹ, കത്തിഫിഹി എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഹ അല്ലെങ്കിൽ ഹി, ഹു എന്നൊക്കെ ചേർന്ന് വന്നതാണ്. ഈ ഹു അല്ലെങ്കിൽ ഹി, ഹ എന്നുള്ളതെല്ലാം ഏതിന്റെ അർത്ഥത്തിനേക്കായിരുന്നു? ഹു എന്നുള്ളതും ഹി എന്നുള്ളതും ഹുവ എന്നുള്ളതിന്റെ അർത്ഥത്തിനേക്കായിരുന്നു. അതുപോലെ ഹ എന്നുള്ളത് ഹിയ അവൾ എന്നുള്ള അർത്ഥത്തിനേക്കായിരുന്നു. പക്ഷെ അതെല്ലാം ചേർന്ന് വന്നതാണ്. അതിന് മുത്തസിലായ ലമീർ എന്ന് പറയും, ചേർന്ന് വരുമ്പോ. ഇവിടെ നമ്മൾ ഹുവ താലിബുൻ എന്ന് പറയുമ്പോൾ ഹുവ എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് വേറിട്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ വേറിട്ട് വരുന്നതിനാണ് മുൻഫസിലായ ലമീർ എന്ന് പറയുന്നത്. ഇവിടെ ഹുവ താലിബുൻ അവൻ വിദ്യാർത്ഥിയാണ്. ഇനി അത് ഏതിലേക്കാണ് മാച്ച് ചെയ്യേണ്ടത്? മൂന്നാമത്തെ ഓപ്ഷൻ മദ്റസതുഹു കബീറത്തുൻ അവന്റെ മദ്രസ വലിയതാണ്. അപ്പൊ മദ്റസതുഹു അവിടുത്തെ ഹു എന്നുള്ള അർത്ഥം ഏത് തന്നെയാണ്? ഹുവ എന്നുള്ള ആ അർത്ഥം തന്നെയാണ്. ഈ മദ്രസതഹു എന്നുള്ളതിലെ ഹു എന്നുള്ളത് മുത്തസിലായ ലമീറാണ്. ഹുവ താലിബുൻ എന്ന് പറഞ്ഞതിലെ ഹുവ എന്നുള്ളത് മുൻഫസിലായ ലമീറാണ്. അതാണ് രണ്ടിന്റെയും വ്യത്യാസം. അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷെ ഒന്ന് ചേർന്ന് വരുന്നു, മറ്റൊന്ന് പിരിഞ്ഞു വരുന്നു. രണ്ടാമത്തത് ഹിയ ബിൻതുൻ അവൾ പെൺകുട്ടിയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ബൈതുഹ ജമീലുൻ ബൈതുഹ അവളുടെ വീട് ജമീലുൻ ഭംഗിയുള്ളതാണ്. അപ്പൊ കണ്ടോ, ഹിയ എന്നുള്ളത് മുൻഫസിലായ ലമീറാണ്, ബൈതുഹ ഹ എന്നുള്ളത് മുത്തസിലായ ലമീറാണ്. ഇനി ഹുവ സാരിഉൻ അവൻ കർഷകനാണ്. മസ്റഉഹു അവന്റെ കൃഷിയിടം കബീറുൻ വലിയതാണ്. മസ്റഉഹു കബീറുൻ അവന്റെ കൃഷിയിടം വലിയതാണ്. അപ്പൊ ഹുവ എന്നുള്ളത് മുൻഫസിലായ ലമീറാണ്, മസ്റഉഹു ഹു എന്ന് പറയുമ്പോൾ മുത്തസിലായ ലമീറാണ്. ഇനി അവസാനത്തത് ഹിയ വാലിദത്തുൻ. ഹിയ വാലിദത്തുൻ അത് ഏതിലേക്കാണ്? ഇബ്നതുഹ സഗീറത്തുൻ. ഹിയ വാലിദത്തുൻ വാലിദത്ത് പറഞ്ഞാൽ ഉമ്മയാണ്, അവൾ ഉമ്മയാണ്. ഇബ്നതുഹ അവളുടെ മകൾ സഗീറത്തുൻ ചെറിയതാണ്. കണ്ടോ, ഹിയ എന്നുള്ളത് മുൻഫസിലായ ലമീറാണ്. ഇബ്നതുഹ അവളുടെ കുട്ടി, അവളുടെ പെൺകുട്ടി, സഗീറത്തുൻ ചെറിയതാണ്. അപ്പൊ ഹ എന്നുള്ളത് മുത്തസിലായ ലമീറാണ്. ഈ രൂപത്തിൽ ചേർന്ന് വരുന്ന ലമീറിനെ മുത്തസിലായ ലമീർ എന്ന് പറയും, പിരിഞ്ഞു വരുന്നതിനെ മുൻഫസിലായ ലമീർ എന്ന് പറയും. ഇനി നുകമ്മിലു ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത് ജാസിറുൻ താലിബുൻ ജാസിർ വിദ്യാർത്ഥിയാണ്. യുഹിബ്ബു ഡാഷ് ജാസിറുൻ താലിബുൻ ജാസിർ വിദ്യാർത്ഥിയാണ്. യുഹിബ്ബു ഇനി അവിടെ ഏതാണ് വേണ്ടത്? യുഹിബ്ബു ഡാഷ് ഉസ്താദു ഡാഷ് അവിടെ ഏത്? മുത്തസിലായ ലമീർ കൊടുത്ത് നമ്മൾ പൂർത്തിയാക്കണം. എന്താ വരിക? ജാസിർ ആണല്ലേ, അപ്പൊ ഹുവ എന്നുള്ള അർത്ഥല്ലേ. യുഹിബ്ബുഹു യുഹിബ്ബുഹു അവനെ ഇഷ്ടപ്പെടുന്നു. ആര്? ഉസ്താദുഹു അവന്റെ ഉസ്താദ് ഇഷ്ടപ്പെടുന്നു. അപ്പൊ യുഹിബ്ബുഹു അവനെ ഇഷ്ടപ്പെടുന്നു, ഉസ്താദുഹു അവന്റെ ഉസ്താദ് ഇഷ്ടപ്പെടുന്നു. ജാസിറുൻ താലിബുൻ ജാസിർ വിദ്യാർത്ഥിയാണ്. യുഹിബ്ബുഹു അവനെ ഇഷ്ടപ്പെടുന്നു. ആര്? ഉസ്താദുഹു അവന്റെ ഉസ്താദ്. അവിടെ യുഹിബ്ബുഹു അതുപോലെ ഉസ്താദുഹു അതിലുള്ള ഹു എന്നുള്ളത് ആരെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്? ജാസിറിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത് മുത്തസിലായ ലമീറാണ്. ഇനി നാസിറത്തു ബിന്തു നാഷിത. നാസിറത്തു ബിന്തു നാഷിത നാസിറ ഉന്മേഷമുള്ള പെൺകുട്ടിയാണ്.
നാസിറത്തു ബിന്തു നാഷിതത്തുൻ. ഈ നാസിറ എന്ന കുട്ടി നല്ല ഉന്മേഷമുള്ള കുട്ടിയാണ്. ബൈതുഹ, കണ്ടോ, അവളെ വീട് എവിടെയാണ്? ഫിൽ ഖറിയത്തി, ഗ്രാമത്തിലാണ്. അപ്പൊ ബൈതുഹ, അവളെ വീട്. ആ ഹ എന്നുള്ളത് ആരെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ നാസിറയെയാണ് സൂചിപ്പിക്കുന്നത്. ആ ബൈതുഹ എന്നുള്ളതിൽ ഹ എന്നുള്ളത് മുത്തസിലായ ദമീറാണ്. ഇനി മൂന്നാമത്തത് അൽ ഹിറത്തു സഗീറത്തുൻ, പൂച്ച ചെറിയതാണ്. ദൈലുഹ, അവളുടെ വാല്. അവിടെ അൽ ഹിറത്തു എന്നുള്ളത് മുഅന്നസ് അല്ലേ, അതുകൊണ്ടാണ് ദൈലുഹ, അവളുടെ വാല് ജമീലുൻ, ഭംഗിയുള്ളതാണ്. അപ്പൊ ഹ എന്നുള്ളത് മുത്തസിലായ ദമീറാണ്. ഇനി അടുത്തത് ഇന്ദി കലമുൻ, എന്റെ അടുക്കൽ പേനയുണ്ട്. തൂലുഹു കബീറുൻ, അതിന്റെ നീളം വലുതാണ്. കലമ എന്നുള്ളത് മുദക്കറാണ്. അപ്പൊ തൂലുഹു, ഹു അതിന്റെ നീളം എന്ന് വെച്ചാൽ ആ പേനയുടെ നീളം, കബീറുൻ വലിയതാണ്. ഇനി ഫാത്തിമത്തു സദീഖത്തി, ഫാത്തിമ എന്റെ കൂട്ടുകാരിയാണ്. ലഹ, ഫാത്തിമക്കുണ്ട്. സയ്യാറത്തുൻ, കാറുണ്ട്. ഇനി ഇവിടെ നുലാഹിദുൽ ലമാഇറൽ മുൻഫസില വകുതുബുഹാ ഫിൽ മകാനിൽ ഖാലി. ഇവിടെ ഈ ലമീറുകൾ 14 വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. ഏതെല്ലാമാണ്? ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അന നഹ്നു. ഇതാണ് ലമീറുകൾ. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ഹുമാ അവർ രണ്ടാളുകൾ, ഹും അവർ കുറെ ആളുകൾ, പുരുഷന്മാരാണ്. ഹിയ എന്ന് പറഞ്ഞാൽ അവൾ, ഹുമാ അവർ രണ്ട് പെണ്ണുങ്ങൾ, ഹുന്ന അവർ കുറെ പെണ്ണുങ്ങൾ. അൻത എന്ന് പറഞ്ഞാൽ നീ, അൻതുമാ നിങ്ങൾ രണ്ടാണുങ്ങൾ, അൻതും നിങ്ങൾ കുറെ ആണുങ്ങൾ. അൻതി നീ ഒരു പെണ്ണ്, അൻതുമാ നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ, അൻതുന്ന കുറെ പെണ്ണുങ്ങൾ. അന ഞാൻ, നഹ്നു ഞങ്ങൾ. ഇതാണ് 14 ലമീറുകൾ. ഇത് ചേർന്ന് വരികയാണെങ്കിൽ മുത്തസിൽ എന്ന് പറയും, വിട്ടുപിരിഞ്ഞു വരികയാണെങ്കിൽ മുൻഫസിൽ എന്ന് പറയും. ഇവിടെ മുത്തസിലായി വന്ന ഉദാഹരണങ്ങൾ വീണ്ടും പറയുകയാണ്. ബൈതുഹു, എന്താ അർത്ഥം വരിക? ബൈതുഹു അവന്റെ വീട്. ബൈതുഹുമ അവർ രണ്ടുപേരുടെ വീട്. ബൈതുഹും അവർ കുറെ ആളുകളുടെ വീട്. ബൈതുഹ എന്തായിരിക്കും അർത്ഥം വരിക? അവളുടെ വീട്. ബൈതുഹുമ അവർ രണ്ട് പെണ്ണുങ്ങളുടെ വീട്. ബൈതുഹുന്ന അവർ കുറെ സ്ത്രീകളുടെ വീട്. ഇനി ബൈതുക നിന്റെ വീട്. ഇവിടെ ഈ ക എന്നുള്ളത് ഏതിന്റെ സ്ഥാനത്താണ്? നമ്മൾ അൻത എന്ന് പറഞ്ഞല്ലോ, നീ എന്ന് പറഞ്ഞല്ലോ. ബൈതുക നിന്റെ വീട്, മുമ്പിലുള്ള ആളോടാണ് പറയുന്നത്. ബൈതുക നിന്റെ വീട്. ബൈതുകുമ നിങ്ങൾ രണ്ടുപേരുടെ വീട്. ബൈതുക്കും നിങ്ങൾ കുറെ ആളുകളുടെ വീട്, പുരുഷന്മാരാണ്. ഇനി അടുത്തത് ബൈതുക്കി, മുമ്പിലുള്ള പെണ്ണിനോട് പറയാണ് ബൈതുക്കി നിന്റെ വീട്. ബൈതുകുമ നിങ്ങൾ രണ്ടുപേരുടെ വീട്. ബൈതുകുന്ന നിങ്ങൾ കുറെ ആളുകളുടെ വീട്. ബൈത്തി എന്റെ വീട്. ബൈതുന ഞങ്ങളുടെ വീട്. ഈ രൂപത്തിൽ കണ്ടോ, ഇവിടെ എല്ലാം മുത്തസിലായ ലമീർ വന്നതിന്റെ ഉദാഹരണങ്ങളാണ്. മിൻഹു മിൻഹുമ മിൻഹും മിൻഹ മിൻഹുമ മിൻഹുന്ന മിൻക മിൻകുമ മിൻകും മിൻകി മിൻകുമ മിൻകുന്ന മിന്നി മിന്ന. ഈ രൂപത്തിൽ മുത്തസിലായ ലമീറുകളെ വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഇനി ഇവിടെ വീണ്ടും ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്, വിദ്യാർത്ഥികൾ സ്വയമായിട്ട് പൂർത്തിയാക്കണം. നസറഹു, നസറഹു, നസറഹുമ, നസറഹും. അതുപോലെ നസറഹ, നസറഹുമ, നസറഹുന്ന, നസറക, നസറകുമ, നസറകും, നസറക്കി, നസറകുമ, നസറകുന്ന, നസറനി, നസറന. അതുപോലെ നമ്മൾ ഫഅലഹു എന്നുള്ളത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ്? ഫഅലഹു, ഫഅലഹുമ, ഫഅലഹും, ഫഅലഹ, ഫഅലഹുമ, ഫഅലഹുന്ന, ഫഅലക, ഫഅലകുമ, ഫഅലകും, ഫഅലകി, ഫഅലകുമ, ഫഅലകുന്ന, ഫഅലനി, ഫഅൽന. ഈ രൂപത്തിൽ അവിടെ പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഇനി ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് മുത്തസിലായ ലമീറും മുൻഫസിലായ ലമീറും വേർതിരിച്ചെഴുതണം. അന താലിബുൻ ഞാൻ വിദ്യാർത്ഥിയാണ്. ഇസ്മി ഹാമിദുൻ എന്റെ പേര് ഹാമിദാണ്. ഹുവ ഉസ്താദുൻ അവൻ ഉസ്താദാണ്. ഇസ്മുഹു ജാബിറുൻ അവന്റെ പേര് ജാബിറാണ്. യുഹിബ്ബുഹു അവൻ ഇഷ്ടപ്പെടുന്നു. തുല്ലാബുഹു അവന്റെ വിദ്യാർത്ഥികൾ. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് മുത്തസിലായ ലമീർ, ഏതെല്ലാമാണ് മുൻഫസിലായ ലമീർ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വിട്ടുപിരിഞ്ഞു വരുന്നതാണെങ്കിൽ മുൻഫസിലായ ലമീറാണ്. ഇവിടെ ഈ 14 ലമീറുകൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണേ. ഇതിൽ അന താലിബുൻ എന്ന് പറയുമ്പോൾ അന എന്നുള്ളത് മുൻഫസിലായ ലമീറാണ്. ഈ അൽ-ലമാഇറുൽ മുൻഫസില എന്നുള്ള കോളത്തിൽ അന എഴുതണം. അതുപോലെ ഹുവ ഉസ്താദുൻ എന്ന് പറയുമ്പോൾ ഹുവ രണ്ടും വേർതിരിഞ്ഞു വന്നതല്ലേ, ഹുവ എന്നുള്ളതും മുൻഫസിലായ ലമീറാണ്. ഇനി ശ്രദ്ധിച്ച്, ഇസ്മുഹു അവന്റെ പേര്. അപ്പൊ ഹു എന്നുള്ളത് ഏതാണ്? ആ ഇസ്മുഹു എന്നുള്ളത് ഏതാ വരിക? മുത്തസിലായ ലമീറാണ്. അതുപോലെ യുഹിബ്ബുഹു മുത്തസിലായ ലമീറാണ്. തുല്ലാബുഹു അവന്റെ വിദ്യാർത്ഥികൾ, അതൊക്കെ മുത്തസിലായ ലമീറിന്റെ ഉദാഹരണങ്ങളാണ്.
ഇനി രണ്ടാമത്തെ ലൈന് നഹ്നു മുസ്ലിമൂൻ. നഹ്നു ഏതാണ്? മുൻഫസിലായ ലമീറാണ്. നബിയുന, നബിയുന നമ്മുടെ നബി. അപ്പൊ നബിയുന എന്നുള്ളത് ഏതാണ്? മുത്തസിലായ ലമീറിന്റെ ഉദാഹരണമാണ്. നബിയുന അതിലെ ന എന്നുള്ളത് നഹ്നു എന്നുള്ളതിന്റെ സ്ഥാനത്ത് തന്നെയാണ്. നബിയുന നമ്മുടെ നബി ആരാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അനീസത്തു ഹിയ മുജ്തഹിദത്തുൻ. അനീസ നല്ല കഠിനാധ്വാനിയാണ്. അപ്പൊ ഹിയ എന്നുള്ളത് വേർപിരിഞ്ഞ് തന്നെ വന്നല്ലോ. ഹിയ എന്നുള്ളത് മുൻഫസിലായ ലമീറാണ്. തുഹിബ്ബുഹ അവളെ ഇഷ്ടപ്പെടുന്നു. ഉഖ്തുഹ അവളെ സഹോദരി. അപ്പൊ തുഹിബ്ബുഹ എന്നുള്ളത് മുത്തസിലായ ലമീറാണ്. ഉഖ്തുഹ എന്നുള്ളത് മുത്തസിലായ ലമീറാണ്. ഇനി അടുത്തത് യാ മിദ്ലാജ് അൻത ഫായിഖുൻ ഫീ സഫിക. യാ മിദ്ലാജ്, ഓ മിദ്ലാജ്, അൻത ഫായിഖുൻ. അൻത ഏതാണ്? മുൻഫസിലായ ലമീറാണ്. ഫീ സഫിക, ഫീ സഫിക എന്നുള്ളത് ഏതാണ്? അത് മുത്തസിലായ ലമീറാണ്. ഈ രൂപത്തിൽ ഒരു ഉദാഹരണം തന്നാൽ അതിൽ നിന്ന് മുത്തസിലായ ലമീറും മുൻഫസിലായ ലമീറുകളും വിദ്യാർത്ഥികൾ കണ്ടുപിടിക്കണം. ഇനി ഇവിടെ ഖുർആനിൽ നിന്നുള്ള ഒരു ഭാഗം തന്നിട്ടുണ്ട്. മാ അഗ്നാ അൻഹു മാലുഹു. അവിടെ കണ്ടോ? അൻഹു, അതുപോലെ മാലുഹു. വഖാലൽ ഇൻസാനു മാ ലഹാ. ലഹാ കണ്ടോ? മുത്തസിലായ ലമീറുകൾ വന്ന ഉദാഹരണങ്ങൾ കാണിക്കുകയാണ്. വജദ്നാ അലൈഹാ ആബാഅന. അവിടെ അലൈഹ. ഫതാബ അലൈഹി ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം. ഫതാബ അലൈഹി, അതുപോലെ ഇന്നഹു, അത് രണ്ടും മുത്തസിലായ ലമീറിന്റെ ഉദാഹരണമാണ്. ഇനി ഹുവ, ഹുവത്തവ്വാബു, ഹുവ സെപ്പറേറ്റ് ആയിട്ട് വന്നല്ലോ, അത് മുൻഫസിലായ ലമീറിന്റെ ഉദാഹരണമാണ്. ചുരുക്കത്തിൽ ഈ 14 ലമീറുകൾ ഏതെല്ലാം? ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അൻത അൻതുമാൻതും, അൻതി അൻതുമാൻതുന്ന, അനാ നഹ്നു. ഇതാണ് 14 ലമീറുകൾ. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് രണ്ടായിട്ട് തന്നെ വരികയാണെങ്കിൽ അതിന് മുൻഫസിലായ ലമീർ എന്ന് പറയും. വേറെ ഒരു പദത്തിന്റെ കൂടെ ചേർന്ന് ഇങ്ങനെ ഹു, ഹി, ഹ ആ രൂപത്തിലൊക്കെ വരികയാണെങ്കിൽ അതിന് മുത്തസിലായ ലമീർ എന്നും പറയും. വിദ്യാർത്ഥികൾ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുക. ഇനി അടുത്തത് അദ്ദർസു താസി, 9ാമത്തെ പാഠം. ഇലൽ മക്തബത്തി, ലൈബ്രറിയിലേക്ക്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ലർഫുകളുമായി ബന്ധപ്പെട്ട ചില പ്രയോഗങ്ങളാണ് പഠിക്കാനുള്ളത്. ലർഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഅല്, ഒരു പ്രവർത്തനം നടന്ന കാലം, സമയം അല്ലെങ്കിൽ സ്ഥലം, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നതിനാണ് ലർഫ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില പ്രയോഗങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. വിശാലമായിട്ടൊന്നും ലർഫിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല, ജസ്റ്റ് ഒരു സൂചന മാത്രമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ദഹബ അഹ്മദു, അഹ്മദ് പോയി. ഇലാ മക്തബത്തിൽ മദ്റസതി, മദ്റസയുടെ ലൈബ്രറിയിലേക്ക് പോയി. മസാഅൻ വൈകുന്നേരം. വകാന ഇൻദഹു, അവന്റെ അടുക്കൽ ഉണ്ടായിരുന്നു. ദഫ്തറുൻ വഖലമുൻ, ദഫ്തർ എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്കും അതുപോലെ വഖലമുൻ ഒരു പേനയും ഉണ്ടായിരുന്നു. ഖബല അൻ യദ്ഖുലൽ മക്തബ, മക്തബയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സല്ലമ, അവൻ സലാം പറഞ്ഞു. ആരോട്? അലാ അമീനിൽ മക്തബ, അലാ അമീനിൽ മക്തബ. അമീനുൽ മക്തബ എന്ന് പറഞ്ഞ ലൈബ്രറിയൻ, അവരോട് സലാം പറഞ്ഞു. അല്ലദീ യജ്ലിസു ഇൻദൽ ബാബ്, അവര് എവിടെയാണ് ഇരിക്കുന്നത്? വാതിലിന്റെ അടുക്കൽ ഇരിക്കുന്ന ലൈബ്രറിയനോട് സലാം പറഞ്ഞു. ബഅദ ദുഖൂലി, പ്രവേശിച്ചതിന് ശേഷം, ലൈബ്രറിയിൽ പ്രവേശിച്ചതിന് ശേഷം, ബദഅ അഹ്മദു, അഹ്മദ് തുടങ്ങി. യബ്ഹസു ബൈന റുഫൂഫിൽ കുതുബി, ഈ കിതാബുകളൊക്കെ വെച്ച ഷെൽഫുകൾക്കിടയിൽ ഇങ്ങനെ തിരയാൻ തുടങ്ങി. കിതാബൻ, ഒരു കിതാബ്. യതഹദ്ദസു അൻ ഹിജ്റത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയെ കുറിച്ച് പറയുന്ന ഒരു കിതാബ്, പുസ്തകം ഇങ്ങനെ തിരയാൻ തുടങ്ങി. വബഅദ ഖലീലിൻ, അല്പസമയത്തിന് ശേഷം, വജദൽ കിതാബ, ആ കിതാബിനെ, ആ ബുക്കിനെ അവൻ എത്തിച്ചു. വജലസ ബൈന റുഫൂഫി ലിയഖറഅഹു, ആ കിതാബിനെ വായിക്കാൻ വേണ്ടി ഷെൽഫുകൾക്കിടയിൽ അവൻ ഇരുന്നു. ബഅദമാ അതമ്മ ഖിറാഅതഹു, ഖിറാഅത്ത് കഴിഞ്ഞതിന് ശേഷം, വായിച്ചതിന് ശേഷം, ആദ അഹ്മദു ഇലാ മൻസിലിഹി, വീട്ടിലേക്ക് മടങ്ങി. അഹ്മദ് വീട്ടിലേക്ക് മടങ്ങി. ഖബല ഉറൂബി ശംസി, സൂര്യാസ്തമയത്തിന് മുമ്പ് വീട്ടിലേക്ക് മടങ്ങി. ഇവിടെ കണ്ടോ? ഇന്ദ, ഖബല, അതുപോലെ ബഅദ, ബൈന, ഇതെല്ലാം ലർഫുകളാണ്. ഇനി ഇവിടെ ഇന്ദ, ഖബല, ഇതിന്റെ അർത്ഥം വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. ഇന്ദ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അടുത്ത്. അതുപോലെ ഖബല എന്ന് പറഞ്ഞാൽ മുമ്പ്. ബഅദ എന്ന് പറയുമ്പോൾ ശേഷം. ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ. ഇതെല്ലാം വെച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ കൂടെ ഇനിയും തന്നിട്ടുണ്ട്. ഇൻദഹു ദഫ്തറുൻ വ ഖലമുൻ, അവന്റെ അടുക്കൽ നോട്ട് ബുക്കും പേനയും ഉണ്ട്. അതുപോലെ യജ്ലിസു, ഇരിക്കുന്നു. ഇൻദൽ ബാബി, വാതിലിന്റെ അടുത്ത്.
ഇൻദി എന്റെ അടുക്കലുണ്ട്, ഹഖീബത്തുൻ ബാഗുണ്ട്, ബൈതുഹ അവളുടെ വീട്, ഇൻദൽ മസ്ജിദി പള്ളിയുടെ അടുത്താണ്. അപ്പൊ എന്താ എന്ന് പറയുമ്പോൾ അടുത്ത് എന്നുള്ള അർത്ഥം. ഇനി ബഅദ് അതിന്റെ താഴെ ബഅദ ദുഖൂലി പ്രവേശിച്ചതിന് ശേഷം, ബഅദ ഖലീലിൻ അല്പസമയത്തിന് ശേഷം, ബഅദൽ ഉസ്ലി കുളിക്ക് ശേഷം, ബഅദൽ വുളൂഇ വുളൂഇന് ശേഷം. ബഅദ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ശേഷം എന്നുള്ള അർത്ഥം. ഇനി ഖബല എന്ന് പറഞ്ഞാൽ മുമ്പ്, ഖബല അൻ യദ്ഖുല പ്രവേശിക്കുന്നതിന് മുമ്പ്, ഖബല ഉറൂബി ശംസി സൂര്യാസ്തമയത്തിന് മുമ്പ്, ഇഗ്സിൽ യദൈക നിന്റെ രണ്ട് കൈകളെ നീ കഴുകണം, ഖബല തആമി ഭക്ഷണത്തിന് മുമ്പ്. അതുപോലെ തസ്തൈഖിദു ഉമ്മി ഖബലൽ ഫജ്രി ഫജ്റിന് മുമ്പ് എന്റെ ഉമ്മ എണീക്കുന്നു, ഉണരുന്നു. അപ്പൊ ഖബല എന്ന് പറയുമ്പോൾ മുമ്പ് എന്നുള്ള അർത്ഥം. ഇനി ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ എന്നർത്ഥമാണ്. ബൈനൽ കുത്തുബി കിതാബുകൾക്കിടയിൽ, ബൈനൽ റുഫൂഫി ഷെൽഫുകൾക്കിടയിൽ, ബൈനത്തുല്ലാബി വിദ്യാർത്ഥികൾക്കിടയിൽ, ബൈനൽ ബൈത്തി വൽ മദ്രസതി വീടിന്റെയും മദ്രസന്റെയും ഇടയിൽ. അപ്പോൾ ഈ രൂപത്തിൽ ഇൻദ, ഖബല, ബഅദ, ബൈന എന്നീ പ്രയോഗങ്ങൾ അർത്ഥസഹിതം വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കുക. ഇനി നക്തുബുൽ മാലി എഴുതാനാണ്. നമ്മൾ നേരത്തെ പഠിച്ച വിഷയമാണ്. യജ്ലിസു ഇവിടെ തന്നതെല്ലാം മുദാരി ആയ ഫീലുകളാണ്. അതിന്റെ എല്ലാം മാലി എഴുതുകയാണ് വേണ്ടത്. യജ്ലിസു എന്നുള്ളതിന്റെ മാലി എന്താണ്? യജ്ലിസു എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു എന്നാണ്. അതിന്റെ മാലി എന്താണ്? ജലസ എന്നാണ്. അതുപോലെ യുസല്ലിമു സലാം പറയുന്നു, അതിന്റെ മാലി എന്താണ്? സല്ലമ. യദ്ഹബു പോകുന്നു, അതിന്റെ മാലി പോയി, ദഹബ. യദ്ഖുലു പ്രവേശിക്കുന്നു, ഇനി പ്രവേശിച്ചു എന്നുള്ള മാലി കിട്ടണം, ദഖല. യഖറഉ വായിക്കുന്നു, വായിച്ചു എന്നുള്ള മാലി ഖറഅ. യബ്ദഉ തുടങ്ങുന്നു, അതിന്റെ മാലി തുടങ്ങി, ബദഅ. ഈ രൂപത്തിൽ മുദാരിയായ ഫീലുകൾ തന്നിട്ട് മാലി എഴുതാനുണ്ടാകും, അല്ലെങ്കിൽ മാലിയായ ഫീൽ തന്നിട്ട് മുദാരി എഴുതാനുണ്ടാകും. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നഫ്ഹമുൽ മുഫ്രദ വൽ ജംഅ വനുകമ്മിലുൽ ഫറാഗ. നഫ്ഹമുൽ മുഫ്രദ വൽ ജംഅ വനുകമ്മിലുൽ ഫറാഗ. ഇവിടെ മുഫ്രദ് സിംഗുലറും പ്ലൂറലും ഒക്കെ തന്നിട്ടുണ്ട്. നമ്മളിവിടെ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത് ഡാഷ്, പിന്നെ അതിന്റെ അപ്പുറത്ത് ദഫാത്തിർ എന്നുണ്ട്. ദഫാത്തിർ എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്കുകൾ എന്നാണ്. അപ്പൊ നോട്ട് ബുക്ക് എന്നുള്ള സിംഗുലർ ഫോം നമുക്ക് കിട്ടണം. അത് എവിടെ എഴുതണം? നമ്മൾ ഇവിടെ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ദഫ്തർ, ദഫ്തർ എന്നാണ് നോട്ട് ബുക്ക്. അതിന്റെ ജംഅ് പ്ലൂറലാണ് ദഫാത്തിർ. കലമുൻ എന്ന് പറഞ്ഞാൽ ഒരു പേന. അപ്പൊ ഇനി പേനകൾ എന്ന് വേണം. എന്താണ് പറയാ? അഖ്ലാമുൻ പേനകൾ. ഇനി ഇവിടെ മനാസിൽ ജംഅ് തന്നിട്ടുണ്ട്, പ്ലൂറൽ തന്നിട്ടുണ്ട്. അതിന്റെ സിംഗുലർ എഴുതണം. ഏതാണ്? മൻസിലുൻ. മൻസില് എന്ന് പറഞ്ഞാൽ വീട്, മനാസിൽ വീടുകൾ. ഇനി അടുത്തത് രണ്ടാമത്തെ ഭാഗം മക്തബാത്തുൻ. മക്തബാത്ത് എന്ന് പറഞ്ഞാൽ ലൈബ്രറികൾ. ഇനി ലൈബ്രറി എന്നുള്ള സിംഗുലർ ഫോം നമുക്ക് കിട്ടണം. അതിനേതാണ്? മക്തബത്തുൻ. മക്തബ, മക്തബത്തുൻ. ഇനി അടുത്തത് മക്തബുൻ. മക്തബ് എന്ന് പറഞ്ഞാൽ ഓഫീസ്. ഇനി ഓഫീസുകൾ എന്ന് കിട്ടണം. ഏതാണ്? മക്കാത്തിബുൻ. ഇനി ഇവിടെ മദാരിസ് മദ്രസകൾ. ജംഅ് തന്നിട്ടുണ്ട്, പ്ലൂറൽ തന്നിട്ടുണ്ട്. ഇനി അതിന്റെ സിംഗുലർ എഴുതണം. ഏതാണ്? മദ്രസത്തുൻ. കിതാബുൻ പുസ്തകം. അതിന്റെ പ്ലൂറൽ എന്താണ്? ജംഅ് എന്താണ്? കുതുബുൻ. ബാബുൻ വാതില്, വാതിലുകൾ എന്ന് കിട്ടണം. അബ്വാബുൻ. അതുപോലെ റുഫൂഫ് എന്ന് പറഞ്ഞാൽ ഷെൽഫുകൾ. അതിന്റെ സിംഗുലർ എന്താണ്? റഫുൻ. ഈ രൂപത്തിൽ ചിലപ്പോൾ മുഫ്രദ് തന്നിട്ട് ജംഅ് എഴുതാനുണ്ടാകും, അല്ലെങ്കിൽ ജംഅ് തന്നിട്ട് മുഫ്രദ് എഴുതാനുണ്ടാകും. വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഇനി അടുത്തത് നുകമ്മിലു ബിൽ മുനാസിബി ബിമാ ഫിൽ മുറബ്ബഇ ഇൻദ ബഅദ ഖബല ബൈന. ഈ താഴെയുള്ള ഭാഗങ്ങൾ ഇൻദ ബഅദ ഖബല ബൈന എല്ലാം വെച്ച് നമ്മൾ യോജിച്ചത് കൊടുത്ത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. സല്ലൈതു, സല്ലൈതു എന്താണ്? സല്ലൈതു ഞാൻ നിസ്കരിച്ചു. എപ്പോ? അവിടെ എന്താ വരിക? ഇൻദയാണോ, ബഅദയാണോ, ഖബലയാണോ, ബൈനയാണോ? അതിന്റെ അർത്ഥങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. നേരത്തെ നമ്മൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇൻദ എന്ന് പറഞ്ഞാൽ അടുത്ത്, ബഅദ എന്ന് പറഞ്ഞാൽ ശേഷം, ഖബല എന്ന് പറഞ്ഞാൽ മുമ്പ്, ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ. അപ്പൊ സല്ലൈതു ഞാൻ നിസ്കരിച്ചു, ബഅദൽ വുളൂഇ നമുക്കറിയാമല്ലോ, വുളൂഇന് ശേഷമല്ലേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സല്ലൈതു ബഅദൽ വുളൂഇ. ഇനി അടുത്തത് ഖുംതു. ഖുംതു ഞാൻ നിന്നു. ഡാഷ് അസ്ദിഖായി എന്റെ കൂട്ടുകാർക്കിടയിൽ ഞാൻ നിന്നു എന്നല്ലേ വേണ്ടത്? എന്റെ കൂട്ടുകാർക്കിടയിൽ ഞാൻ നിന്നു. അപ്പൊ ഖുംതു ബൈന അസ്ദിഖായി. ഇനി ജലസ്ന ഞങ്ങൾ ഇരുന്നു. എവിടെ? ഇൻദ ഷജറത്തി മരത്തിന്റെ അടുത്ത് ഞങ്ങൾ ഇരുന്നു. മരത്തിന്റെ അടുത്ത് ഞങ്ങൾ ഇരുന്നു. ഇനി അസ്തൈഖിദു ഞാൻ ഉണരുന്നു. എപ്പോൾ? ഖബ്ല സുബ്ഹി സുബ്ഹിക്ക് മുമ്പ് ഞാൻ ഉണരുന്നു.
ഇനി ഡാഷ് അദ്ദാരിസി കിതാബുൻ, ഡാഷ് അദ്ദാരിസി കിതാബുൻ. എന്താണ് അവിടെ വേണ്ടത്? ഇൻദദ്ദാരിസി കിതാബുൻ, വിദ്യാർത്ഥിയുടെ അടുക്കൽ എന്തുണ്ട്? കിതാബുൻ, കിതാബുണ്ട്. അടുത്തത് തവല്ലഇന, ഞങ്ങൾ വുളൂ ചെയ്തു. എപ്പോൾ? ഖബ്ല സ്വലാത്തി, നിസ്കാരത്തിന്റെ മുമ്പ്. പിന്നെ റജഅതു, ഞാൻ മടങ്ങി. എപ്പോൾ? ഖബ്ലൽ ഉറൂബി, സൂര്യാസ്തമയത്തിന് മുമ്പ് ഞാൻ മടങ്ങി. അടുത്തത് ബൈത്തി, എന്റെ വീട് എവിടെയാണ്? ബൈനൽ മദ്റസതി വൽ മസ്ജിദി, പള്ളിയുടെയും മദ്രസയുടെയും ഇടയിലാണ്. ഈ രൂപത്തിൽ ഇൻദ, ബഅദ, ഖബ്ല, ബൈന എല്ലാം ചേർത്ത് കൊടുത്ത് അത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. അതിന്റെ അർത്ഥം വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയാൽ പെട്ടെന്ന് തന്നെ തെറ്റില്ലാതെ നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കും. ഇനി ഇവിടെ അറബിയാക്കാനാണ്. ഉച്ചക്ക് മുമ്പ് ഞാൻ പോയി. അപ്പൊ മുമ്പ് എന്നുള്ളത് ഏതാണ്? ഖബ്ല അല്ലെ? ഉച്ചക്ക് മുമ്പ് ഖബ്ല എന്നുള്ള പ്രയോഗമല്ലേ മുമ്പ് എന്നുള്ളതിന് നമ്മൾ പഠിച്ചത്? ഉച്ചക്ക് മുമ്പ് ഞാൻ പോയി. പോയി എന്നുള്ളതിന് എന്താണ്? ദഹബ എന്നാണ്. ഞാൻ പോയി എന്ന് വേണമെങ്കിൽ ദഹബതു, ദഹബതു ഞാൻ പോയി. ഖബ്ല ളുഹരി, ളുഹറിന് മുമ്പ്. ളുഹർ എന്ന് പറഞ്ഞാൽ ഉച്ച. അപ്പോ ദഹബതു ഖബ്ല ളുഹരി, ളുഹറിന് മുമ്പ് ഞാൻ പോയി. രണ്ടാമത്തത് പള്ളിയുടെ അടുത്ത് ഞാൻ നിന്നു. അടുത്ത് എന്നുള്ളതിന് ഇന്ദ എന്നുള്ള പ്രയോഗം നമ്മൾ പറഞ്ഞു. ഖുംതു, ഞാൻ നിന്നു. ഇൻദൽ മസ്ജിദി, പള്ളിയുടെ അടുത്ത് ഞാൻ നിന്നു. ഇനി അടുത്തത് നുതർജിം, പരിഭാഷപ്പെടുത്താനാണ്. ദഹബതു ഇലൽ മസ്ജിദി ഖബ്ലൽ മഗ്രിബി, ദഹബതു ഞാൻ പോയി. ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്. എപ്പോൾ? ഖബ്ലൽ മഗ്രിബി, മഗ്രിബിന്റെ മുമ്പ് ഞാൻ പള്ളിയിലേക്ക് പോയി. ഇനി അടുത്തത് ശരിബിന, ഞങ്ങൾ കുടിച്ചു. അൽ മാ, വെള്ളം കുടിച്ചു. എപ്പോൾ? ബഅദ തആമി, ഭക്ഷണത്തിന് ശേഷം. ബഅദ എന്ന് പറഞ്ഞാൽ ശേഷം. ഈ രൂപത്തിൽ ഈ പ്രയോഗങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കുക. ഇനി ഇവിടെ ഖുർആനിൽ തന്നെ ഇൻദ, ഖബ്ല, ബഅദ, ബൈന ഒക്കെ വന്ന ഭാഗങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഹാദാ മിൻ ഇൻദില്ലാ, അവിടെ കണ്ടോ ഇൻദ വന്നു. അതുപോലെ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വ ഖബ്ല ഗുറൂബിഹാ, അവിടെ ഖബ്ല എന്നുള്ള പ്രയോഗം വന്നു. സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ, അവിടെ ബഅദ വന്നു. തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും, അവിടെ ബൈന എന്നുള്ള പ്രയോഗം വന്നു. ഈ രൂപത്തിൽ ഈ പ്രയോഗങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ അർത്ഥസഹിതം മനസ്സിലാക്കുക. ഇത്രയും പാഠങ്ങളാണ് നമുക്ക് ലിസാനുൽ ഖുർആനിൽ പഠിക്കാനുള്ളത്. ആദ്യം മുതൽ അവസാനം വരെയുള്ള പാഠങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരീക്ഷകളിലൊക്കെ ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിർബന്ധമായും വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ നിങ്ങൾ ഷെയർ ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.